Hello students, welcome to EdDream. So today we are going to discuss the full summary of the play Duchess of Malfi. Okay, so we are handling the paper BEGC 107 British Poetry and Drama 17th and 18th century. Okay, so ഇതിലെ യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2 നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ജോൺ വെബ്സ്റ്ററിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡച്ചസ് ഓഫ് മാൽഫിയിലെ തീമും ബാക്കി കാര്യങ്ങളൊക്കെയായിരുന്നു യൂണിറ്റ് 1ലും 2ലും ആയിട്ട് നമ്മൾ സംസാരിച്ചത്. ഇനി പറയാൻ പോകുന്നത് യൂണിറ്റ് 3യിൽ വരുന്നത് ദ ടെക്സ്ച്വൽ അനാലിസിസ് ഓഫ് വാട്ട് ഡച്ചസ് ഓഫ് മാൽഫി. ഓക്കെ, ജോൺ വെബ്സ്റ്റർ എഴുതിയിട്ടില്ല ഡച്ചസ് ഓഫ് മാൽഫിയുടെ ഒരു ഫുൾ ടെക്സ്റ്റൽ അനാലിസിസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് മുന്നേ ഈ നോവലല്ല, നമ്മുടെ ഡ്രാമയാണ് കേട്ടോ, പ്ലേ ആണ്. ഈ ഡ്രാമയിൽ കാണുന്ന എന്തൊക്കെയാണ് ക്യാരക്ടേഴ്സ്, ആരൊക്കെയാണ്, എന്താണ് അതിൻ്റെ പ്ലോട്ട്, എന്താണ് അതിൻ്റെ തീം, അതിനൊരു ജസ്റ്റ് ഒരു ഓവർവ്യൂ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കതിൻ്റെ ഫുൾ സമ്മറി എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് പോവാം എബൌട്ട് ദ പ്ലേ ആൻഡ് ദ ഓതർ. ഓക്കെ, സോ ഡച്ചസ് ഓഫ് മാൽഫി ഈസ് എ ഫേമസ് ജാക്കോബിയൻ ട്രാജഡി റിട്ടൺ ബൈ ജോൺ വെബ്സ്റ്റർ ഇൻ ദി ഏർലി 17th century. അല്ലേ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏർലി 17th centuryയിൽ ജോൺ വെബ്സ്റ്റർ എഴുതിയിട്ടുള്ള ഒരു ട്രാജഡി ആണ്, അല്ലേ, ഒരു ട്രാജഡിയാണ് എന്ത് നമ്മുടെ ഡച്ചസ് ഓഫ് മാൽഫി. ഓക്കെ, സോ വെബ്സ്റ്റർ ഇസ് നോൺ ഫോർ ഹസ് ഡാർക്ക് ആൻഡ് ഇൻറ്റൻസ് പോർട്രയൽ ഓഫ് ഹ്യൂമൻ ലൈഫ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇദ്ദേഹത്തിൻ്റെ ഒരു ടെക്നിക്ക് ഓഫ് റൈറ്റിംഗ് എന്താണെന്നുള്ളത്. അതായത് എന്താണ്, ഒരു ഡാർക്ക് തീം കൊടുത്തൊരു നെഗറ്റീവ് ഷെയ്ഡിലാണ് എപ്പോഴും ജോൺ വെബ്സ്റ്റർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ലൈക്ക് ദാറ്റ് നമുക്ക് ഇവിടെയും ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറഞ്ഞ ഈ ഒരു പെർട്ടിക്കുലർ പ്ലേയിലും നമുക്ക് അത്തരത്തിലുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു തീം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, unlike the balanced and harmonious world of William Shakespeare, Webster presents a world filled with corruption, cruelty and moral conflict. അല്ലേ, ബാക്കിയുള്ള ട്രാജഡി അല്ലെങ്കിൽ പ്ലേ റൈറ്റ്സിനെയൊക്കെ പോലെ, ലൈക്ക് നമ്മുടെ ഷേക്സ്പിയറിനെയൊക്കെ പോലെ ഒരു ഹാർമോണിയസ് ലൈഫോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ലൈഫോ ഒന്നുമല്ല ജോൺ വെബ്സ്റ്റർ എഴുതാറുള്ളത്. ഇദ്ദേഹം എന്താണ്, ആ ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന കറപ്ഷൻസ്, അതുപോലെ തന്നെ അവിടെയുള്ള ക്രുവൽറ്റി, മോറൽ ഡീക്കേ, ഇതിനെയൊക്കെ കുറിച്ചിട്ടാണ് വെബ്സ്റ്റർ കൈകാര്യം ചെയ്യാറ്. And his plays focus deeply on the psychological state of characters, especially how they react under pressure, suffering and moral dilemmas. അല്ലേ, അദ്ദേഹം ഓരോ ക്യാരക്ടേഴ്സിനും കൊടുക്കുന്ന ആ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ്. ഓക്കെ, അതായത് ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഒരു സൈക്കോളജിക്കൽ തോട്ട് എന്തായിരിക്കും എന്നതുകൂടിയാണ് അദ്ദേഹം നോട്ട് ചെയ്തിട്ട് ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കാണാം അല്ലേ, അതായത് ഓരോ ക്യാരക്ടേഴ്സും അവർ അനുഭവിക്കുന്ന പ്രഷർ അല്ലേ, അവരുടെ സഫറിങ്, അവരുടെ മോറൽ ഡിലേമാസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഡ്രാമ പ്ലേ വായിക്കുമ്പോൾ നമുക്ക് തന്നെ അല്ലേ, ആസ് എ റീഡേഴ്സ് വി ക്യാൻ ഫീൽ ഇറ്റ്. ഓക്കെ, അതാണ് ജോൺ വെബ്സ്റ്റർ പറയുന്നത്. ഓക്കെ, സോ ദിസ് പ്ലേ ഈസ് കൺസിഡേർഡ് വൺ ഓഫ് വെബ്സ്റ്റേഴ്സ് ഗ്രേറ്റസ്റ്റ് വർക്ക്. ഓക്കെ, വെബ്സ്റ്ററിൻ്റെ ഒരു ഗ്രേറ്റസ്റ്റ് വർക്കായിട്ടാണ് ഈ ഒരു പ്ലേ കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താ പറയുന്നത്, ഇറ്റ് കമ്പൈൻസ് എ പവർഫുൾ സ്റ്റോറി വിത്ത് ഡീപ്പ് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ. അല്ലേ, അതായത് ഇമോഷണലും അല്ലേ, അതായത് ഡീപ്പ് ഇമോഷണലും സൈക്കോളജിക്കലും എക്സ്പ്ലോറേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഇറ്റ് റിഫ്ലെക്ട്സ് ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റിയാലിറ്റീസ് ഓഫ് ദ ടൈം. അല്ലേ, അതായത് ആ ടൈമിലെ സോഷ്യലും പൊളിറ്റിക്കലും ആയിട്ടുള്ള കുറച്ച് കോൺഫ്ലിക്ട്സും റിയാലിറ്റീസ് ഒക്കെയാണ് ഈ ഒരു പ്ലേ നമുക്ക് കാണിച്ചു തരുന്നത്. പെർട്ടിക്കുലർലി ദ മിസ്യൂസ് ഓഫ് പവർ ആൻഡ് ദ സഫറിങ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ കറപ്റ്റ് സൊസൈറ്റി. അല്ലേ, പവറിനെ എങ്ങനെയാണ് ആ കാലഘട്ടത്തിലെ പവർ എന്നുള്ളത് അല്ലേ, എല്ലാവരും എന്താ പറയേണ്ടത്, അല്ലെങ്കിൽ ഒരു ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളുകളെല്ലാം ദേ വേർ ഓൾവേസ് ഫൈറ്റിംഗ് ഫോർ ദ പവർ അല്ലേ, ഫൈറ്റിംഗ് ടു ഗെറ്റ് ദ പവർ. ഓക്കെ, അപ്പോൾ പവറിന് വേണ്ടിയിട്ട് ആളുകൾ എത്രത്തോളം ഫൈറ്റ് ചെയ്തായിരുന്നു, അതുപോലെ തന്നെ ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു അഴിമതികൾ നിറഞ്ഞിട്ടുള്ള ഒരു സൊസൈറ്റി എങ്ങനെയായിരുന്നു പഴയ കാലത്ത് എന്നൊക്കെയാണ് ഈ ഒരു പ്ലേയിലൂടെ ആര് പറയുന്നത്, ജോൺ വെബ്സ്റ്റർ പറയുന്നത്. ഓക്കെ, നൗ നമുക്കതിൻ്റെ ക്യാരക്ടേഴ്സ്, ഈ ഒരു പ്ലേയിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയെന്ന് നോക്കാം. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ദ ഡച്ചസ്. അല്ലേ, സോ വി ക്യാൻ സീ the name അല്ലെങ്കിൽ the title or the term Duchess in the title അല്ലേ, ഡച്ചസ് ഓഫ് മാൽഫി. സോ അതിൻ്റെ സെൻട്രൽ ഐഡിയ എന്ന് പറയുമെങ്കിൽ ആ ഡ്രാമയുടെ സെൻട്രൽ ക്യാരക്ടർ ആരായിരിക്കും, നമ്മുടെ ഡച്ചസ് ആയിരിക്കും അല്ലേ. സോ ഡച്ചസ് ഓഫ് മാൽഫി, മാൽഫിയിലെ ഡച്ചസ് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ മാൽഫിയിലെ ഡച്ചസിനെ കുറിച്ചിട്ട് തന്നെയാണ് ഈ പ്ലേ പറയുന്നത്. സോ ദ ഫസ്റ്റ് ക്യാരക്ടർ ഇസ് ദ ഡച്ചസ്, ദെൻ ഫെർഡിനൻഡ് ആൻഡ് കാർഡിനൽ.
സോ ഫെർഡിനൻഡും കാർഡിനലും ഈ ഡച്ചസിൻ്റെ ബ്രദേഴ്സ് ആയിട്ടാണ് ക്യാരക്ടറായിട്ടാണ് ഈ ഒരു പ്ലേയിൽ നമുക്ക് കാണാൻ കഴിയുക. ദെൻ അടുത്തൊരു ക്യാരക്ടറാണ് ബൊസോള. ഓക്കെ, ദെൻ വരുന്നതാണ് ആൻറ്റോണിയോ. ഓക്കെ, ഇനിയും വരുന്നുണ്ട് ക്യാരക്ടേഴ്സ്. നമ്മുടെ ഇനി വരുന്ന കാരിയോള എന്ന് പറഞ്ഞൊരാൾ വരുന്നുണ്ട്. ഓക്കെ, ലൂസി, അങ്ങനെ ഞാൻ നമ്മുടെ സമ്മറി പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അവരൊക്കെ ഒരു എന്താണ് അത്ര വലിയ മേജർ ക്യാരക്ടേഴ്സ് അല്ല, ബട്ട് നമ്മുടെ സ്റ്റോറി കൊണ്ടുപോകുന്ന ക്യാരക്ടേഴ്സാണ്. ഇത്രയും മെയിൻ ക്യാരക്ടേഴ്സിനെയാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ പ്ലോട്ട് എന്താണെന്ന് നോക്കി നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ഡ്രാമ കടന്നു പോകുന്ന ആ വഴിത്തിരിവുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ബിഫോർ ഗോയിങ് ഇൻ ടു ദ ഡീറ്റെയിൽഡ് സ്റ്റോറി, നമുക്ക് ആ ഡീറ്റെയിൽഡ് സ്റ്റോറിയിലേക്ക് പോകുന്നത് പോലെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്ത് ചെയ്യണം, അതിൻ്റെ പ്ലോട്ടൊന്നും മനസ്സിലാക്കി വെക്കേണ്ടതില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടും നടക്കുന്ന ഒരു തീം എന്ന് പറയുന്നത് ദ ട്രാജിക് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പേഴ്സണൽ ഫ്രീഡം ആൻഡ് സോഷ്യൽ കൺട്രോൾ. ഓക്കെ, ഇവിടെ ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുന്നതിൽ ഈ ഒരു ഡച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അറിയാലോ. ഡച്ചസ് ആരാ? ഡ്യൂക്കിൻ്റെ ഭാര്യേനെയാണ് നമ്മൾ ഡച്ചസ് എന്ന് പറയുന്നത്. ദ വൈഫ് ഓഫ് ഡ്യൂക്ക് ഇസ് നോൺ ആസ് ഡച്ചസ്. അപ്പോൾ ഒരു ഡ്യൂക്ക് മരണപ്പെട്ടിട്ട് വിഡോ ആവുന്ന ഒരു ഡച്ചസിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആസ് എ ഡച്ചസ് ഷീ മൈറ്റ് ബി ഗെറ്റ് ഇനഫ് പവർ, അല്ലേ? ബിക്കോസ് ഹർ ഹസ്ബൻഡ് ഇസ് ഓൾറെഡി പാസ്റ്റ് അവേ, അല്ലേ? അപ്പോൾ മരിച്ചുപോയൊരു ഹസ്ബൻഡ്, അതും ഡ്യൂക്കാണ്. അപ്പോൾ ആ ഡ്യൂക്കിൻ്റെ പവറൊക്കെ എന്താണ് ഓട്ടോമാറ്റിക്കലി കിട്ടേണ്ടത് ശരിക്കും ആർക്കാണ്? ഡച്ചസിന്. പക്ഷേ ഈ ഒരു പ്ലേയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡച്ചസ് ആയിരുന്നിട്ട് കൂടി പക്ഷേ വിഡോവും കൂടിയാണ്. ഓക്കെ, ആ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന സഫറിങ്സ്, ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കാണപ്പെടുന്ന ഓരോ എന്താ പറയുക ഡാർക്കൻഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു ട്രാജിക് കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാം. എന്തൊക്കെ തമ്മിലാണ്? ഒരു പേഴ്സണൽ ഫ്രീഡം, അതായത് ഒരു ഫ്രീഡം ഇല്ലായ്മ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ഡച്ചസിന് സ്ത്രീ എന്ന പേരിലും അതുപോലെ വിഡോ എന്ന പേരിലും അവൾക്ക് കിട്ടേണ്ട, അവൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല അവൾ ഒരിക്കലും നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സണൽ ഫ്രീഡത്തിൻ്റെയും അതുപോലെ തന്നെ സോഷ്യൽ കൺട്രോൾ, അല്ലേ? ഒരു കൺട്രോൾ, അവളുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ കുറച്ച് ആൾക്കാർ വരുന്നത്. അപ്പോൾ അതും തമ്മിലുള്ള ഒരു എന്താണ് ഒരു കോൺഫ്ലിക്റ്റാണ് നമുക്ക് ഈ ഒരു പ്ലേയിൽ കാണാൻ പറ്റുന്നത്. സോ ദ സെൻട്രൽ സ്റ്റോറി ഈസ് എബൌട്ട് എ യങ് വിഡോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു യങ് ആണ് കേട്ടോ, അത്രയും വയസ്സൊന്നും ആയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞു, ഉടനെ തന്നെ ഭർത്താവ് മരിച്ച് വിഡോ ആവുകയാണ് ചെയ്യുന്നത്. സോ ദ ഡച്ചസ്, അല്ലേ? യങ് വിഡോ ഡച്ചസ് ഹു ചൂസസ് ടു മാരി എ മാൻ of lower social status out of love. However, her brothers strongly oppose her remarriage because they want to control her wealth and authority. This conflict leads to a series of events involving secrecy, betrayal, spying and ultimately tragedy. Okay, so ഈ ഒരു പ്ലേനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡച്ചസ് ഓഫ് മാൽഫി എന്താണ്? ഡച്ചസ് ഓഫ് മാൽഫിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 ബ്രദേഴ്സ് ഉണ്ട്, ഫെർഡിനൻഡും കാർഡിനലും. അപ്പോൾ യങ് പ്രായത്തിൽ കല്യാണം കഴിഞ്ഞതുകൊണ്ടും വിഡോ ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഒരു റീമാരേജിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്, അല്ലേ? ഡച്ചസിന്. പക്ഷേ ഇവളുടെ ബ്രദേഴ്സായിട്ടുള്ള ഫെർഡിനൻഡും കാർഡിനലും അതിനൊരിക്കലും സമ്മതിക്കുന്നില്ല. എന്നിട്ട് അവളുടെ വെൽത്തിലും അവളുടെ പവറിലും അവരെന്ത് ചെയ്യാണ്? കൺട്രോൾ ചെയ്യാണ്. അവരാണ് അതിനെ എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? ആ ഒരു റീമാരേജിനെ ഒപ്പോസ് ചെയ്യുന്നതും അതോറിറ്റിക്കും വെൽത്തിനും വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യുകയാണ്. ഓക്കെ, എന്നിരുന്നാലും ഈ ഡച്ചസ് സീക്രട്ടായിട്ടൊരു മാരേജ് ചെയ്യുന്നുണ്ട്. അതും ലോവർ ക്ലാസ്സിൽ പെട്ടിട്ടുള്ള ഒരാളെ മാരേജ് ചെയ്യുന്നതും കുട്ടികളുണ്ടാവുന്നതും. പക്ഷേ അത് പിന്നീട് ലീഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? കുറേ ഒരു കാര്യങ്ങൾക്ക്, അതായത് സീക്രട്ട് മാരേജ് ഉണ്ട് അവിടെ, അതുപോലെ തന്നെ ചതി, അല്ലേ? ഈ ബ്രദേഴ്സിന് ചെയ്യുന്ന ചതി, അതുപോലെ തന്നെ സ്പൈ വർക്കിന് അവിടെ ആളെ വിടുന്നുണ്ട് ഈ ബ്രദേഴ്സ്. അത് കഴിഞ്ഞിട്ട് അൾട്ടിമേറ്റ്ലി ഒരു ട്രാജഡിയാണ് നമുക്ക് ഈ ഒരു പ്ലേൻ്റെ എൻഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയാൻ, അല്ലെങ്കിൽ എന്താ നമ്മളൊരു ഫ്ലോ ചാർട്ട് പോലെ പ്ലോട്ട് എഴുതാണെന്നെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്കിതാ ഇങ്ങനെ എഴുതാം. അതായത് ദ സീക്രട്ട് മാരേജ്, അതാണ് അതിൻ്റെ തുടക്കം. ഈ ഒരു ട്രാജഡിയുടെ തുടക്കം തന്നെ ആ ഒരു സീക്രട്ട് മാരേജ് ആണ്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്ലോട്ട് ഡെവലപ്സ് ത്രൂ ഏതിലൂടെയൊക്കെ? സീക്രട്ട് മാരേജ്, ദെൻ ഡിസ്കവറി ഓഫ് ദാറ്റ് സീക്രട്ട്, അല്ലേ? ആ ഒരു സീക്രട്ട് മാരേജ് അവിടെ കണ്ടെത്തുന്നുണ്ട്. ബ്രദേഴ്സും അതേപോലെ സ്പൈനെ അയച്ചിട്ടുള്ള ആളും കൂടി കണ്ടെത്തുന്നുണ്ട്. അതെന്ത് ചെയ്യാണ്? ഈ ബ്രദേഴ്സിനെ ചതിച്ചു എന്ന പേരിൽ ബ്രദേഴ്സ് എന്ത് ചെയ്യാണ്? അതിനൊരു റിവെഞ്ച്, ഒരു പ്രതികാരം ചെയ്യാണ്. അങ്ങനെ അത് ലാസ്റ്റ് ട്രാജിക് എൻഡിലേക്ക്, അല്ലേ? എന്താണ് ലാസ്റ്റ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ നോക്കാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ദ a brief introduction for the play.
Okay, now we are going to discuss the complete story of the play Duchess of Malfi. Okay, Duchess of Malfiയിൽ എന്താണ് കഥ അല്ലെങ്കിൽ അതിൽ പറയുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാനാണ് നമ്മൾ ഇനി പോകുന്നത്. ഓക്കെ, സോ ഞാനൊന്ന് വായിക്കാം എന്നിട്ട് അതിൻ്റെ സമ്മറി പറഞ്ഞുതരാം. സോ ദ പ്ലേ ബിഗിൻസ് ഇൻ എ കറപ്റ്റ് Italian court. Two characters, Antonio and Delio, discuss how unhealthy and immoral the court atmosphere is. Antonio prizes the French court as a place of good governance, but contrasted with the court of Malfi, where corruption, manipulation and selfish power dominate. Okay, so the play begins with the Italian court എന്ന് പറയുന്നത്. അതായത് ഒരു ഇറ്റാലിയൻ കോർട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇറ്റലീൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കിതിൽ കാണാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ മാൽഫി എന്ന് പറയുന്നത് ഇറ്റലിയിലെ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇറ്റാലിയൻ കോർട്ടിൽ വെച്ചിട്ട് രണ്ട് ക്യാരക്ടേഴ്സ്, ആൻറ്റോണിയോയും ഡെലിയോയും. ഓക്കെ, ഈ ഡെലിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡച്ചസ് ഓഫ് മാൽഫിയിലെ ഡച്ചസിൻ്റെ പുത്രനാണ്. ഓക്കെ, ഇവർ രണ്ടുപേരെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഥയിലേക്ക് വരാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും ഇറ്റാലിയൻ കോർട്ടിൽ നിന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഈ ഫ്രഞ്ച് അല്ലെങ്കിൽ ഫ്രാൻസിലെ കോർട്ടാണ് ഇതിനേക്കാളും നല്ലത്, അവരുടെ ഗവേണൻസും അല്ലേ, അതേപോലെ ആ ഒരു എന്താണ് കാര്യങ്ങളൊക്കെ വളരെ വലിയ കാര്യമാണ് പറഞ്ഞിട്ട് ആൻറ്റോണിയോ പ്രേസ് ചെയ്യുന്നതാണ് നമുക്കവിടെ കാണുന്നത്. ഓക്കെ, സോ ഡെലിയോ ഉണ്ട് കൂടെ. ഓക്കെ, സോ അങ്ങനെ പക്ഷേ ഇറ്റാലിയൻ കോർട്ട് എത്രത്തോളം കറപ്ഷൻ ആണെന്നും മാനിപ്പുലേറ്റഡ് ആണെന്നും സെൽഫിഷ് പവർ അതിനൊക്കെ എത്രത്തോളം ഒരു നെഗറ്റീവ് ആണെന്നും ഇദ്ദേഹം പറയുന്ന ഒരു സീനാണ് നമുക്ക് ആദ്യം അവിടെ കാണുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് ഡച്ചസ് ഓഫ് മാൽഫീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അടുത്തൊരു സീനിലേക്കാണ്. ഇനിയാണ് നമ്മുടെ കഥ തുടങ്ങാൻ പോകുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡച്ചസ് എന്ന് പറയുന്നത് ഡ്യൂക്കിൻ്റെ വൈഫാണ് അല്ലേ. സോ ഹിയർ അവർ ഡച്ചസ് ഇസ് എ വിഡോ, ഒരു വിഡോ ആണ്, ഭർത്താവ് മരിച്ചിട്ടുള്ള ഒരു വിഡോ ആണ്, അതും യങ് ഏജിൽ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ഒപ്രഷൻ, കൈൻഡ് ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് അല്ലേ, ലാക്ക് ഓഫ് ഫ്രീഡം, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് ഷീ ഹാസ് റീസെൻ്റ്ലി ലോസ് ഹെർ ഹസ്ബൻഡ് ആൻഡ് is now under the control of her two brothers Ferdinand and Cardinal. ഓക്കെ, അപ്പോൾ ഫെർഡിനൻറ്റും കാർഡിനൽ എന്ന് പറഞ്ഞ ഈ രണ്ട് ബ്രദേഴ്സിൻ്റെ ഒരു ഒരു കൺട്രോളിലാണ് ഇപ്പോൾ നമ്മുടെ ഡച്ചസ് എന്ന് പറയുന്നത്. ഡച്ചസ് ശരിക്കും ആ ഡ്യൂക്ക്, ആ പ്രദേശത്തെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഡ്യൂക്ക് പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവിടെ ഡച്ചസ് ആണ് കൂടുതലും നമുക്ക് പവർ കിട്ടേണ്ടി വരുന്നത്. പക്ഷേ ഒരു സ്ത്രീ ആകുന്നുള്ള ഒരു പേരിൽ തന്നെ അവിടെ അവളെ തഴഞ്ഞിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് കൺട്രോൾ ചെയ്തിട്ട് മൊത്തം കാര്യങ്ങൾ നോക്കുന്നത് ഈ രണ്ട് ബ്രദേഴ്സാണ്. അതുപോലെ തന്നെ ഈ ബ്രദേഴ്സ് ഒരിക്കലും ഈ ഡച്ചസിനെ വേറൊരു മാരേജിലേക്ക് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈവൻ ദോ ഷീ ലവ്സ് ടു മാരി അതർ പേഴ്സൺ. ഓക്കെ, അവർക്ക് വേറൊരു കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ പോലും ഈ ബ്രദേഴ്സ് സമ്മതിച്ചിരുന്നില്ല. അത് അവർ പറയുന്നത്, ബ്രദേഴ്സ് പറയുന്നത്, ഒരു ഡച്ചസിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരിച്ചിട്ട് വീണ്ടും ഒരു കല്യാണം കഴിക്കുക എന്നുള്ളത് ഒരു സെക്ഷൽ പ്യൂരിറ്റീനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, അത് നല്ലതല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്ക് ഈ കഥ മുന്നോട്ട് പോകും തോറും നമുക്ക് മനസ്സിലാവും ഡച്ചസിൻ്റെ ഇൻഹെറിറ്റൻസ് വേറെ ആർക്കും പോവാതെ ഈ ബ്രദേഴ്സിന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ കണ്ടെത്തുന്ന ഒരു സൂത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഡച്ചസിന് ഒരു വേറെ കല്യാണം കഴിച്ചാൽ അവർക്ക് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ വെൽത്തും പവറും ഒക്കെ അവരിലേക്ക് പോവും, ഈ ബ്രദേഴ്സൊന്നും സ്വാഭാവികമായും കിട്ടില്ല. സോ അതുകൊണ്ടാണ് ഈ ഒരു റീമാരേജിന് ആര് സമ്മതിക്കാത്തത്, ഈ ബ്രദേഴ്സ് സമ്മതിക്കാത്തത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ഇവൾ പറയുന്നുണ്ട്, ശരി ഞാൻ അങ്ങനെ കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ ഈ ഡച്ചസും പറയുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ, പക്ഷേ ഇവരെത്ര പറഞ്ഞാലും ഈ ഡച്ചസിന് അവളുടേതായിട്ടുള്ള കുറച്ച് സെൽഫ് ലവും അല്ലേ, അതേപോലെ തന്നെ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ള ഒരു സ്ട്രോങ് മൈൻഡുള്ള ഒരു വിമൻ കൂടിയായിരുന്നു നമ്മുടെ ഡച്ചസ്. അങ്ങനെ ഈ ഒരു ഡച്ചസ് എന്താ ചെയ്തത് വെച്ചാൽ ആ കൊട്ടാരത്തിലുള്ള ഒരാളുമായിട്ട് സ്നേഹത്തിലാവുകയാണ്. ഓക്കെ, ആൻറ്റോണിയോ എന്നാണ് ആ ഒരു ആളുടെ പേര്. ആ കൊട്ടാരത്തിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരു വ്യക്തിയാണ് ആൻറ്റോണിയോമായിട്ട് ഈ ഡച്ചസ് അങ്ങനെ ഇഷ്ടത്തിലാവുകയും ഈ
ഡച്ചസിന് ഒരു മെയ്ഡുണ്ട്, ക്യാരിയോള എന്നാണ് മെയ്ഡിൻ്റെ പേര്. ഓക്കെ, ക്യാരിയോള ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്യാരക്ടറും കൂടി ഉണ്ടെന്ന്, അതാണ് ക്യാരിയോള. സോ ക്യാരിയോളയോടാണ് ഈ ഡച്ചസ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറ്. അപ്പോൾ ക്യാരിയോളയുടെ അടുത്ത് പറഞ്ഞു, എനിക്കിങ്ങനെ ആൻറ്റോണിയനോട് ഇഷ്ടമാണ്, ഞങ്ങളിങ്ങനെ സീക്രട്ടായിട്ട് മാരേജ് കഴിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്നുള്ള വിവരവും ഡച്ചസ് ക്യാരിയോളയുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ 2 കാരണങ്ങളാണ്. ഒന്ന്, ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ബ്രദേഴ്സ് ഒരിക്കലും ആൻറ്റോണിയോയുമായിട്ട് കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് ഡച്ചസിന് അറിയാം. പിന്നെ ഈ ആൻറ്റോണിയോ എന്നുള്ളത് ലോവർ ക്ലാസ്സിൽ പെട്ട ഒരാളാണ്, അത്രത്തോളം ഡ്യൂക്കോ ഡച്ചോ ആവാന്നുള്ള ആ ഒരു തലത്തിലുള്ള ആളല്ല, ഹൈ ക്ലാസ്സോ കാസ്റ്റോ ആയിട്ടുള്ള ആളല്ല, ലോ കാസ്റ്റാണ്. അപ്പോൾ ഇത് 2 കാരണം പറഞ്ഞിട്ട് ഇവരെ ബ്രദേഴ്സ് ഒരിക്കലും സമ്മതിയില്ല. അതുകൊണ്ട് തന്നെ ഒരു സീക്രട്ട് മാരേജിലേക്ക് ഇവരെന്ത് ചെയ്യാണ്, മുന്നോട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യാണ് സീക്രട്ട്ലി മാരേജ് ചെയ്യാം എന്നുള്ളത്. അങ്ങനെ ഇവരെന്ത് ചെയ്യാണ്, സീക്രട്ട്ലി മാരേജ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ പ്രൈവറ്റായിട്ട് അങ്ങനെ അവർ കല്യാണം കഴിച്ചു. വിത്ത് ഓൺലി ഹർ മെയ്ഡ് ക്യാരിയോള ആസ് എ വിറ്റ്നസ്. ക്യാരിയോളയ്ക്ക് മാത്രമേ ഈ ഒരു കാര്യം അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സോ ഈ ഒരു പ്ലേൻ്റെ സെൻട്രൽ അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് എന്നുള്ളത് നമുക്ക് ഈ ഒരു സീക്രട്ട് മാരേജ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, കുറച്ച് സമയങ്ങളൊക്കെ കഴിഞ്ഞു, അങ്ങനെ ആരും അറിഞ്ഞില്ല, സീക്രട്ടായിട്ട് അങ്ങനെ ആ കല്യാണം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഫെർഡിനൻഡും നമ്മുടെ കാർഡിനലും ഉണ്ടല്ലോ, ഈ വേറെ റോമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഡച്ചസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൈയിനെ ഏർപ്പാടാക്കുകയാണ്, ഒരു ചാരൻ. അപ്പോൾ ബസോള എന്ന് പറയുന്ന, നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ബസോള എന്ന് പറയുന്ന വ്യക്തിനെയാണ് ഇവിടെ ആ ഒരു സ്പൈ വർക്കിനെ ഏൽപ്പിക്കുന്നത്. അതായത് ഡച്ചസ് മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ആ ചെയ്യുന്നതൊക്കെ ഇവരെ സീക്രട്ടായിട്ട് അറിയിക്കണം, ബ്രദേഴ്സിനെ അറിയിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ബസോളേനെ ഏർപ്പാടാക്കുന്നത്. ഈ ബസോള എന്നുള്ള ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാഹുബലിയിലെ കട്ടപ്പ ഉണ്ടല്ലോ, കട്ടപ്പയെ പോലെ, മൊത്തമായിട്ട് കട്ടപ്പയല്ല എന്നാലും, അതായത് മൂപ്പർക്കറിയാം, സെക്കൻഡ് ബാഹുബലിയിൽ നമുക്ക് അതിൽ കാണാമല്ലോ, കുറേ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം അയാൾക്ക് അറിയാം ചെയ്യുന്നത് ഭയങ്കര ക്രൂരലാണ്, പക്ഷേ ആസ് എ സെർവൻറ്റ് എന്താണ്, അത് അനുസരിക്കേണ്ടി വരുന്നതാണ്. സോ ലൈക്ക് ദാറ്റ് ഇവിടെ നമ്മുടെ ബസോളയും എന്താണ് ചെയ്യുന്നതൊക്കെ ഒരു നീച പ്രവൃത്തിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ സെർവൻ്റ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതൊരു ഡ്യൂട്ടിയാണ് ബസോളേൻ്റെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വഴങ്ങുകയാണ് ബസോള ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സ്പൈ വർക്ക് ബസോള ഏറ്റെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ഡൗട്ട് തോന്നി, ഈ ബസോളയ്ക്കൊരു ഡൗട്ട് തോന്നി. അതായത് ഈ നമ്മുടെ ഡച്ചസ് ഗർഭിണിയാണോ, പ്രഗ്നൻ്റ് ആണോ എന്നുള്ളൊരു ഡൗട്ട് തോന്നാം. അപ്പോൾ ഇവരൊരു ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. അതായത് ആപ്രിക്കോട്ട് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്, ലൈക്ക് ഓറഞ്ചിനൊക്കെ പോലെ ഒരു ഫ്രൂട്ട് എന്ത് ചെയ്യണം, അത് ഡച്ചസിന് കൊണ്ട് കൊടുക്കുകയാണ് ബസോള ചെയ്യുന്നത്. അപ്പോൾ ആ ആപ്രിക്കോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രഗ്നൻ്റ് ആണെങ്കിൽ അവൾക്ക് ഓട്ടോമാറ്റിക്കലി ലേബർ പെയിൻ വരും. ലേബർ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി കഴിക്കുന്ന കൈൻഡ് ഓഫ് ഫ്രൂട്ടാണ് ഈ ആപ്രിക്കോട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഡച്ചസ് അറിയാതെ അത് കഴിക്കുകയാണ്. അപ്പോൾ കഴിച്ച ഉടനെ തന്നെ ഡച്ചസിന് കുറേ ഛർദിയും കാര്യങ്ങളും വേദന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബസോളയ്ക്ക് മനസ്സിലാവുകയാണ് അതെന്താണ്, പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം മനസ്സിലാവുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ആൻറ്റോണിയോ ചോദിക്കുന്നുണ്ട്, നീ ആണോ ഈ ഒരു ഇത്. അപ്പോൾ ആൻറ്റോണിയോയ്ക്ക് അറിയാം, ഇനിയിപ്പോൾ ഇവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രദേഴ്സ് പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ ആർക്കറിയാം, ആൻറ്റോണിയോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആൻറ്റോണിയോ പറയാണ്, ഇത് അതുകൊണ്ടൊന്നുമല്ല, വേറെ സ്റ്റൊമക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വയറിന് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതവിടെ അങ്ങനെ സോൾവ് ചെയ്യാണ്. അപ്പോൾ ഇവനോട് ചോദിക്കുന്നുണ്ട്, ബസോളേൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും വിഷം ലൈക്ക് കൈൻഡ് ഓഫ് പോയിസൺ അതിൽ പെരട്ടിയിട്ടാണ് നമുക്ക് കൊടുത്തതെന്നൊക്കെ അവിടെ ആര് ചോദിക്കുന്നുണ്ട്, ആൻറ്റോണിയോ ചോദിക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, സോ അങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഡച്ചസ് ആ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നുണ്ട്. അപ്പോഴേക്കും ഈ ഒരു ബ്രദേഴ്സ് ഇവിടുന്ന് പോയിട്ടുണ്ട്, റോമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ബസോളയും ഇവരും മാത്രമേ ഉള്ളൂ, ആൻറ്റോണിയോയും ഡച്ചസും പിന്നെ ഈ ജനിച്ച കുട്ടിയും. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ ശരിക്കും ആൻറ്റോണിയോ ആണെന്നുള്ളൊരു കാര്യം അതുവരെ ബസോളയ്ക്ക് അറിയില്ല, ഡച്ചസിൻ്റെ ഭർത്താവ് ആൻറ്റോണിയോ ആണ്. പക്ഷേ ഡച്ചസ് ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തത് അങ്ങനെ അറിയുകയും ഒരു ടൈമിൽ ആൻറ്റോണിയോ ആ കുട്ടിയുടെ ഹോറോസ്കോപ്പ് അവിടെ ഇരുന്ന് എഴുതുമായിരുന്നു. ഓക്കെ, ഹോറോസ്കോപ്പ് പറയുമ്പോൾ ജാതകം അല്ലേ, ജാതകം എഴുതുന്നതിൻ്റെ ഇടയിൽ ആ പേപ്പർ ജസ്റ്റ് പറന്നുപോയി, കാറ്റത്ത് ഫ്ലൂ ആയി പോയപ്പോൾ ആ പേപ്പർ കിട്ടിയത് ആർക്കറിയോ, നമ്മുടെ ബസോളയ്ക്കാണ് ആ പേപ്പർ കിട്ടിയത്. അപ്പോൾ ആ പേപ്പർ കണ്ട ഒബ്വിയസ്ലി അവൻ മനസ്സിലാക്കും ഒരു കുട്ടിയുടെ ജാതകമാണ് എന്നുള്ളത് അല്ലേ. സോ ആ ഹോറോസ്കോപ്പ് കണ്ടപ്പോൾ മനസ്സിലായി ബസോളയ്ക്ക്
നമ്മുടെ ആര് പ്രഗ്നൻ്റ് ആണെന്ന്, ഡച്ചസ് പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലാക്കുകയും അപ്പോൾ അത് ഓബ്വിയസ്ലി എന്ത് ചെയ്യും, ബസോള റോമിലിരിക്കുന്ന ഫെർഡിനൻഡിനും കാർഡിനലിനും ഒരു ലെറ്റർ എഴുതിയിട്ട് ഇങ്ങനെ ഇൻഫോം ചെയ്യാണ് ഡച്ചസ് പ്രഗ്നൻ്റ് ആണ്, ഒരു കുട്ടിക്ക് ജന്മം നൽകിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ്. അങ്ങനെ ഇവരും ഡച്ചസിൻ്റെ അടുത്തേക്ക് പോവാണ്, ബ്രദേഴ്സ്. ഓക്കെ, അങ്ങനെ വന്നിട്ട് അപ്പോൾ ആൻ്റോണിയോ ആ ടൈമിൽ ഡച്ചസിൻ്റെ കൂടെ ഇല്ല. അപ്പോൾ ഇവർ വന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും. അപ്പോൾ ആദ്യം ഈ ഒരു ലെറ്ററിലെ ഒരു കുട്ടി ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രദേഴ്സ് കുറച്ചൊന്ന് കാമായി നിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ ആരാന്നൊന്നും പറയുന്നുണ്ടാവില്ല, അതുകൊണ്ട് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഡച്ചസിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാം എന്നിവർ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ വർഷങ്ങൾ ഒരു എന്താണ് ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നത്. അതോ ഒരു 9 മാസം എന്തോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവർ പോകുന്നത്. ഓക്കെ, ഇവർ പോയപ്പോൾ ഇവർക്ക് കാണാൻ ഈ രണ്ടാമതൊരു കുട്ടിക്ക് ജന്മം നൽകി, 2 കുട്ടികളും കൂടി ഉണ്ടായി. ആർക്ക്, ഡച്ചസിന്. അപ്പോൾ ഇവർ ചെല്ലുകയാണ്, ഈ ബ്രദേഴ്സ് ഡച്ചസിൻ്റെ അടുത്ത് ചെല്ലുകയാണ്, ആരാണ് ഈ കുട്ടികളുടെ അച്ഛൻ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാരണവശാലും ഡച്ചസ് പറയുന്നില്ല ആൻ്റോണിയോ ആണെന്നോ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി അവിടെ വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ ഈ ബ്രദേഴ്സ് ഒരു കത്തി, ഒരു നൈഫ് ഡച്ചസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് സ്വന്തം സ്റ്റാബ് ചെയ്തിട്ട് മരിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ഭീഷണിപ്പെടുത്തലും ഫ്രൈറ്റൻ ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ആര് വീഴുന്നില്ല, നമ്മുടെ ഡച്ചസ് വീഴുന്നില്ല. അങ്ങനെ അവർ ഇനി ഒരിക്കലും നമ്മൾ നേരിട്ട് കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് തെറ്റിപ്പോകുന്നൊരു സീനും നമുക്ക് കാണാം, ബ്രദേഴ്സ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഡച്ചസിന് മനസ്സിലാവുകയാണ് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു സീക്രട്ട് മനസ്സിലാക്കും, നമ്മൾ രണ്ടുപേരും ഇനി ഒരു ഫാമിലി ആയിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബ്രദേഴ്സ് മനസ്സിലാക്കും ആൻ്റോണിയോ ആണ് എൻ്റെ ഭർത്താവ് എന്നുള്ളതും, അത് ഞങ്ങളുടെ ജീവിതത്തിന് തന്നെ അത് ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് ഈ ഡച്ചസും ആൻ്റോണിയോയും കൂടി ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. അതായത് ആൻ്റോണിയോനെ നമുക്ക് മാൽഫിയിലേക്ക് അയക്കാം, എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട്. അപ്പോൾ ഡച്ചസ് എന്ത് ചെയ്യാണ്, ആൻ്റോണിയനെ കുറ്റപ്പെടുത്തിയിട്ട് ഇവിടുന്ന് നാട് കടത്താണ്. അത് അവരുടെ ഒരു പ്ലാനാണ് ശരിക്കും. ഓക്കെ, അപ്പോൾ ആൻ്റോണിയനെ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ഇവിടെ നിൽക്കാൻ ശരിയാവില്ല പറഞ്ഞിട്ട് അതിനെ നാട് കടത്താണ്. ഓക്കെ, കൂട്ടത്തിൽ ആ മൂത്ത മകനെയും കൊണ്ടാണ് പോകുന്നത്, ആര്, ആൻ്റോണിയോ. അപ്പോൾ ഇതറിഞ്ഞിട്ട് ബസോള വരുന്നുണ്ട്. ബസോളയ്ക്ക് ഓൾറെഡി അറിയില്ല കേട്ടോ ആൻ്റോണിയോ ആണ് ഭർത്താവ് എന്നൊന്നും. പക്ഷേ എന്താ പറയുന്നത് വെച്ചാൽ ഇവൻ എന്തോ കുറ്റം ചെയ്തു, അതുകൊണ്ട് പറഞ്ഞു അയക്കുക എന്നാണ് ബസോള മനസ്സിലാക്കിയത്. ബസോള വന്നിട്ട് ആൻ്റോണിയോയുടെ സൈഡ് പിടിച്ചിട്ട് ഡച്ചസിനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ആൻ്റോണിയോനെ എനിക്കറിയാം, ആൻ്റോണിയോ നല്ല ആളാണ്, അങ്ങനെ കുറ്റമൊന്നും ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞ് പോസിറ്റീവായിട്ട് ആൻ്റോണിയോനെ കുറിച്ചിട്ട് ബസോള സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഡച്ചസ് ഇത് കണ്ടപ്പോൾ ഇവൻ നല്ലതാണല്ലോ, ഇവൻ നല്ല കാര്യങ്ങളാണല്ലോ, ആൻ്റോണിയോനെ കുറിച്ച് നല്ല കാര്യങ്ങളാണല്ലോ പറയുന്നത്, അപ്പോൾ ഇവൻ നല്ല ആളാണ് എന്നുള്ള രീതിക്ക് ഡച്ചസ് എന്താ ചെയ്യണേ വെച്ചാൽ ആ സത്യം മൊത്തം പറയുകയാണ് ബസോളേൻ്റെ അടുത്ത്. അതായത് എൻ്റെ ഭർത്താവ് ആൻ്റോണിയോ ആണെന്നും ഇത് ഞങ്ങൾ ഉണ്ടാക്കിയൊരു പ്ലാൻ ആണെന്നും, എന്തിനാ വെച്ചാൽ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ. ഇപ്പോൾ ആൻ്റോണിയോ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ജോയിൻ ചെയ്യും, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും എന്നുള്ള പ്ലാനൊക്കെ ബസോളേൻ്റെ അടുത്ത് പറയുകയാണ്. പാവം ഡച്ചസിന് അറിയില്ല ബസോള ഒരു സ്പൈ ആണെന്നും അല്ലെങ്കിൽ അവളുടെ ബ്രദേഴ്സിൻ്റെ സ്പൈ ആണെന്നും ഇവിടെ നടക്കുന്ന ഇൻഫർമേഷൻ ചോർത്താൻ വേണ്ടി നിൽക്കുന്ന ആളാണെന്നൊന്നും ആർക്കറിയില്ല, നമ്മുടെ ഡച്ചസിന് അറിയില്ല. പക്ഷേ ഇവളെല്ലാം തുറന്നു പറയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ബസോള ഈ അറിഞ്ഞ വിവരങ്ങളൊക്കെ ആരെ അറിയിക്കുകയാണ്, നമ്മുടെ ബ്രദേഴ്സിനെ അറിയിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി ആ ഒരു എന്താണ് ഭയങ്കരമായിട്ടല്ലേ ഇവൾ ചതിച്ചു എന്നുള്ള ഒരു ബ്രദേഴ്സ് മനസ്സിലാക്കുകയും അങ്ങനെ ഭയങ്കരമായിട്ട് റിവെഞ്ച് അവിടെ ഉടലെടുക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻ്റോണിയോയ്ക്ക് ഒരു ലെറ്റർ കിട്ടുകയാണ്. അതായത് ഇനി ഇവർ പ്ലാൻ തയ്യാറാക്കുകയാണ്, എന്തായാലും ഇതൊന്നും ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അതായത് മക്കൾക്ക് മൊത്തം വെൽത്തും പവറും എല്ലാം പോകും, അതൊന്നും സമ്മതിക്കില്ല, എല്ലാം ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് പ്ലാൻ തയ്യാറാക്കുകയാണ്. ആര്, നമ്മുടെ ഫെർഡിനൻഡ് കാർഡിനലും ഇരുന്നിട്ട്. അതിനുവേണ്ടി ഫസ്റ്റ് പ്ലാൻ എന്ന രീതിയിൽ ആൻ്റോണിയോനെ അമാൽഫിയിൽ നിന്നും ഇവിടേക്ക് വിളിപ്പിക്കാൻ വേണ്ടി ഒരു ലെറ്റർ എഴുതുകയാണ്. അതായത് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു, എന്നിരുന്നാലും ഞങ്ങൾ മീൻസ് നമുക്കൊരു ഒത്തുചേരലിലേക്ക് എത്താം, അല്ലെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു ആ തെറ്റ്, അല്ലെങ്കിൽ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള രീതിക്ക് നമുക്കൊന്ന് ടുഗദറായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള രീതി, ഒരു ഒത്തുതീർപ്പിന് എന്നുള്ള രീതിയിൽ ഒരു ലെറ്റർ ആർക്ക് അയക്കുകയാണ്, ആൻ്റോണിയോയ്ക്ക് അയക്കുകയാണ്. അപ്പോൾ ഈ ലെറ്റർ ആൻ്റോണിയോയ്ക്ക് കിട്ടിയപ്പോൾ ആൻ്റോണിയോ ഇത് വിശ്വസിച്ചില്ല. കാരണം ഇത്ര പെട്ടെന്നൊന്നും ബ്രദേഴ്സ് ഒരിക്കലും എന്നെ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് ആൻ്റോണിയോയ്ക്ക് അറിയാം. അപ്പോൾ ഇതൊരു ട്രാപ്പാണ് അല്ലേ, ദിസ് ഈസ് എ ട്രാപ്പ് എന്നുള്ളത് ആര് മനസ്സിലാക്കുകയാണ്, ആൻ്റോണിയോ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആൻ്റോണിയോ പോവാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ ഇവർക്ക് എന്തോ ആൻ്റോണിയോ വരുന്നുമില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതിൽ ബസോളേനെ ഈ ബ്രദേഴ്സ് ഡച്ചസിനെ കൊണ്ടിട്ട് ഒരു തടങ്കലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലേ
ഡച്ചസിനെ തടങ്കലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് ബസോളയ്ക്ക് നിർദ്ദേശം കൊടുക്കുകയും അങ്ങനെ ബസോള എന്ത് ചെയ്യാണ്, ഡച്ചസിനെ പിടിച്ചിട്ട് ഒരു തടങ്കൽ, ഒരു ഇരുട്ടായിട്ടുള്ള റൂമിൽ ഇട്ടുകൊണ്ട് അടയ്ക്കുകയാണ്. കൂട്ടത്തിൽ കുട്ടികളുണ്ട്. ഓക്കെ, സോ ആ ഒരു ടൈമിൽ ഈ ബ്രദേഴ്സ് എന്ത് ചെയ്യേണ്ടത്, ഈ ഫെർഡിനൻഡ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഡെഡ് ബോഡി, ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഡെഡ് ബോഡിയുടെ ഒരു കൈ എടുത്തിട്ട് ഈ ഡച്ചസിൻ്റെ എടുത്ത് പോയി കാണിക്കേണ്ടത്. അതായത് നിൻ്റെ ഹസ്ബൻഡിനെ കൊന്നു അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ചു എന്നുള്ള രീതിക്ക് ഇത് അവൻ്റെ കൈയാണെന്ന രീതിക്ക് അവളെ അടുത്തേക്ക് പോയിട്ട്, ഡച്ചസിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവളെ മെൻ്റലി ഹറാസ് ചെയ്യുക ചെയ്യുന്നത്. അതായത് മെൻ്റലി അവളെ ട്രോമറ്റൈസ്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ശരിക്കും ഒരു ഇരുട്ട് റൂമാണ്. അപ്പോൾ അത് ശരിക്കും ആൻ്റോണിയോൻ്റെ കൈയാണോ അല്ലോ എന്നൊന്നും അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ അവൾ എന്ത് ചെയ്യാണ്, അങ്ങനെ വിശ്വസിച്ച് പോവുകയാണ്. തൻ്റെ ഭർത്താവ് മരിച്ചു എന്നുള്ളത് നമ്മുടെ ഡച്ചസ് മനസ്സിലാക്കുകയും അവൾ ഭയങ്കര മെൻ്റലി ഡിപ്രസ്ഡ് ആവുകയും മെൻ്റലി ഡിസ്ട്രാക്റ്റഡ് ആവുകയും ചെയ്യുകയാണ്. അവിടെ അങ്ങനെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ ആ നിമിഷത്തിൽ എന്ത് ചെയ്യാണ് ബസോള, അല്ലേ? അപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാനിനി എൻ്റെ ഭർത്താവ് പോയി, അപ്പോൾ ഞാനിനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന ഒരു രീതിക്ക് ഡച്ചസ് അങ്ങനെ പോവാണ്. അപ്പോൾ ഈ ഫെർഡിനൻഡ് വീണ്ടും പറയാണ് നമുക്ക് കൊല്ലാമെന്നുള്ള രീതിക്ക് ബസോള ഈ 2 കുട്ടിയെയും നമ്മുടെ ക്യാരിയോള, അല്ലേ, മെയ്ഡ്, ഡച്ചസിൻ്റെ മെയ്ഡിനെയും ഡച്ചസിനെയും കൊല്ലുകയാണ് ബസോള ഇവരുടെ നിർദ്ദേശപ്രകാരം, ഫെർഡിനൻഡിൻ്റെ നിർദ്ദേശപ്രകാരം. അങ്ങനെ ഇവളെ കൊന്നപ്പോൾ ഫെർഡിനൻഡ് വന്ന് നോക്കുകയാണ്. അപ്പോൾ ഈ ഫെർഡിനൻഡ് വന്ന് നോക്കിയപ്പോൾ 2 കുട്ടികൾ അവിടെ മരിച്ചു കിടക്കുമ്പോഴും ഫെർഡിനൻഡിനൊന്നും തോന്നിയില്ല. പക്ഷേ തൻ്റെ സഹോദരിയായിട്ടുള്ള ഡച്ചസ് അവിടെ മരിച്ചു കിടക്കുമ്പോൾ പെട്ടെന്ന് ഫെർഡിനൻഡിൻ്റെ മനസ്സൊന്നും ഒലഞ്ഞു, അല്ലേ? അതായത് സ്വന്തം സഹോദരിയാണ് അവിടെ മരിച്ചു കിടക്കണം, അതിന് താൻ കാരണമാണ് എന്നറിഞ്ഞപ്പോൾ ഫെർഡിനൻഡ് പെട്ടെന്ന് മനസ്സിനെ ഡൈവേർട്ടായിപ്പോയി. അപ്പോൾ ബസോളയെ ചീത്ത പറയുന്ന ഒരു സീൻ നമുക്ക് അവിടെ കാണാം. അതായത് ഞാൻ എന്ത് പറയുന്നത്, നീ എന്നെ റെഫ്യൂസ് ചെയ്തില്ലല്ലോ ആ തീരുമാനത്തിൽ നിന്ന്, നീ ഞാൻ പറഞ്ഞത് അതേപോലെ കേട്ടിട്ട് എന്തിനാ കൊല്ലാൻ നിന്നേ എന്നുള്ള ഒരു ലെവലിൽ ഫെർഡിനൻഡ് സംസാരിക്കുകയും അങ്ങനെ ഫെർഡിനൻഡിനൊരു ഭയങ്കരമായിട്ട് മാനസിക വിഭ്രാന്തിയിലേക്ക് പോയിട്ട് ഒരു അസുഖമൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതായത് സ്വന്തം നിഴലിന് ഒരു എന്താണ് മെൻ്റലി ഇൻസൈൻ ആയി പോവാണ്, ഒരു പ്രാന്തനായ രീതിക്ക് പോവാണ്, ഒരു മാഡായിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. അങ്ങനെ സ്വന്തം നിഴലിനെ പോലും പോയിട്ട് ആക്രമിക്കുന്ന രീതിക്കുള്ള ഒരു ഫെർഡിനാൻഡിൻ്റെ ഒരു ചേഞ്ച് നമുക്കവിടെ കാണാൻ പറ്റും. ചേഞ്ച് ഇൻ ദ സെൻസ് മെൻ്റലി ചേഞ്ച്ഡ് ആവുകയാണ്, ഡിപ്രസ്ഡ് ആയിട്ട് അങ്ങനെ മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ടൈമിലാണ് കാർഡിനൽ ഉണ്ടല്ലോ, കാർഡിനലിന് ഇഷ്ടമായിട്ടുള്ള ഒരു ജൂലിയ എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. പക്ഷേ ഈ ജൂലിയയ്ക്ക് ഇഷ്ടം ബസോളേനെയാണ്, നമ്മുടെ ഇതിനെയല്ല, കാർഡിനലിനെ അല്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ബസോളേനെ അല്ലെങ്കിൽ ഇവരെ എന്തിനോ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കാർഡിനൽ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവള് വന്നപ്പോൾ ഈ ജൂലിയേനെയും ആര് കൊല്ലുന്നുണ്ടറിയോ? നമ്മുടെ കാർഡിനൽ കൊല്ലുന്നുണ്ട്. അതായത് ഒരു ബൈബിൾ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അതിനെ ചുംബിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ബൈബിളിൽ ഓൾറെഡി പോയിസൺ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഈ കാർഡിനൽ. ഓക്കെ, അപ്പോൾ അത് ചുംബിച്ചിട്ട് അവൾ അങ്ങനെ മരണപ്പെടുകയാണ്. അപ്പോൾ ഇത് ബസോള കാണുകയാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി കാർഡിനൽ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ ഈ അതായത് തൻ്റെ സഹോദരിയുടെ മരണത്തിനൊന്നും താൻ നേരിട്ട് ഡയറക്റ്റായിട്ട് കാരണമായിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇതൊക്കെ കണ്ടിട്ടാണ് ബസോള വരുന്നത്. ബസോള വന്നിട്ട് പറയുകയാണ് താൻ എന്ത് ചെയ്യാണ്, ഇതെല്ലാം പുറത്തു പോയി പറയും. അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ, കൊന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പുറത്തു പോയി പറയും. എന്നിട്ട് ബസോള കാർഡിനലിൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ കാർഡിനലിന് കുറച്ച് പേടിയായി, അല്ലേ? ഇനിയിപ്പോൾ ഫെർഡിനൻഡ് ഇങ്ങനെയാണ്, മാഡായിട്ട് നടക്കുകയാണ്, ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുണ്ടാവുള്ളൂ എന്നുള്ള രീതിക്ക് കാർഡിനൽ ബസോളേൻ്റെ അടുത്ത് പറയാണ്, നീ ആരോടും ഇത് പറയരുത്, നിനക്ക് ഞാൻ കുറേ റിവാർഡ് തരാം ഇതിനുപരി എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ആൻ്റോണിയോനെ കൊല്ലുക എന്നുള്ളൊരു കാര്യമാണ് എന്നുള്ളത് ആര് പറയാനറിയോ? കാർഡിനൽ ബസോളേൻ്റെ അടുത്ത് പറയാം, നീ പോയിട്ട് ആരെ കൊല്ല്, ആൻ്റോണിയോനെ കൂടിയും കൊല്ല്, അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും എന്നുള്ളത് പറയാണ്. അപ്പോൾ അങ്ങനെ ഇവൻ്റെ വാക്കും കേട്ട് ബസോള പോവാണ്. പക്ഷെ ആ പോകുന്ന വഴിക്ക് എന്ത് ചെയ്യാനറിയോ? ബസോളയ്ക്ക് മനസ്സിലാവാണ് ഇനിയിപ്പോൾ ആൻ്റോണിയോ കൂടിയും കൊല്ലുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ താൻ ഒറ്റയ്ക്കാവും. അപ്പോൾ ഈ കാർഡിനൽ ഓൾറെഡി അല്ലെങ്കിൽ ഒബ്വിയസ് ആയിട്ട് എന്ത് ചെയ്യും, തന്നെയും കൂടിയും കൊല്ലും. കാരണം ഈ ഒരു സത്യങ്ങളെല്ലാം, ഈ ക്രൂരമായ സത്യങ്ങളെല്ലാം അറിയുന്ന ഏകൊരു വ്യക്തി എന്ന് പറയുന്നത് താനാണ് എന്നുള്ളത് ബസോള മനസ്സിലാക്കുകയും അപ്പോൾ ഈ ആൾ പറഞ്ഞത് കാര്യം കേൾക്കരുത്, നേരെ മറിച്ചിട്ട് ഐ ഹാവ് ടു കിൽ ദ ബ്രദേഴ്സ് എന്നുള്ളത് ആര് വിചാരിക്കുകയാണ്, ബസോള മനസ്സിലാക്കുകയാണ്. ആ 2 ബ്രദേഴ്സ് ഫെർഡിനാൻഡിനെയും കാർഡിനലിനെയും കൊന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നുള്ളത് ബസോള വിചാരിക്കുകയാണ്. അങ്ങനെ ഈ ബസോള ഈ ഒളിഞ്ഞ മറവിൽ, ഇരുട്ടിൻ്റെ മറവിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഈ ബ്രദേഴ്സ് വരാൻ വേണ്ടി, എന്നാലാണല്ലോ കൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ആൻ്റോണിയോ വരുന്നത്. ആൻ്റോണിയോ തൻ്റെ
ഭാര്യനെ രക്ഷിക്കുക എന്നുള്ള രീതിക്ക് വേണ്ടി വരണം. ആൻ്റോണിയോ ഈ ഓൾറെഡി ഡച്ചസ് മരിച്ച വിവരവും 2 മക്കൾ മരിച്ച വിവരവും ഇതൊന്നും അറിയാതെയാണ് അമാൽഫിയിൽ നിന്നും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബസോളയുടെ മുന്നിൽ പെടുന്നത് ആരറിയോ? നമ്മുടെ ആൻ്റോണിയോ ആണ്. അപ്പോൾ ആ ഇരുട്ടായതുകൊണ്ട് തന്നെ ഏതൊരാൾ വരുന്നത് ബസോള കാണുകയാണ്. പക്ഷെ ബസോള ഈ ബ്രദറാണ്, ഈ ബ്രദേഴ്സിൽ ആരോ ഒരാളാണ് വരുന്നത് എന്നുള്ള രീതിക്ക് സ്റ്റാബ് ചെയ്യാണ്. പക്ഷെ സ്റ്റാബ് ഏൽക്കുന്നത് ആർക്കാണ്? ആ കുത്തേൽക്കുന്നത് ആൻ്റോണിയോക്കെയാണ്. അങ്ങനെ ആൻ്റോണിയോ അവിടെ കുത്തേൽക്കുകയാണ്. അപ്പോൾ കുത്തായപ്പോൾ ഭയങ്കരമായിട്ട് ബസോളയ്ക്ക് മെൻ്റലി ഭയങ്കര പ്രശ്നമായി. അതായത് താൻ കൊല്ലാൻ ഉദ്ദേശിച്ചത് ആൻ്റോണിയനല്ല, ഈ ബ്രദേഴ്സിനെയാണ്. എന്നിട്ട് ഈ വിവരങ്ങളൊക്കെ ആരോട് പറയുകയാണ്? തൻ്റെ ഭാര്യയും മക്കളൊക്കെ മരിച്ച വിവരം ആൻ്റോണിയോനെ അറിയിക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഡച്ചസിൻ്റെ അടുത്തും ബസോള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കൊല്ലുന്ന ആ ടൈമിൽ കുറച്ച് ജീവൻ ബാക്കി ഉള്ള സമയത്ത് ഡച്ചസിൻ്റെ അടുത്ത് ഓൾറെഡി നമ്മുടെ ബസോള പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭർത്താവ് മരിച്ചിട്ടില്ല, ബ്രദേഴ്സ് തന്നെ കുടുക്കിയതാണ്, അങ്ങനെ മെൻ്റലി തകർക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലാസ്റ്റ് നിമിഷം അത് കേട്ടിട്ടാണ് അങ്ങനെ ഇനിയൊരു എണീക്കാത്ത ഉറക്കത്തിലേക്ക് നമ്മുടെ ഡച്ചസ് പോയത്. ഓക്കെ, അപ്പോൾ പിന്നീട് ഈ ഒരു കാര്യം ആര് പറയുന്നുണ്ട്? ആൻ്റോണിയോൻ്റെ അടുത്ത് ബസോള പറയുന്നുണ്ട് അല്ലേ, ഈ കൊന്ന വിവരവും മരിച്ച വിവരവും 2 മക്കളും കാരിയോളയും ഡച്ചസും എല്ലാം മരിച്ച വിവരമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൻ്റോണിയോ എന്താണ്, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം അല്ലേ, എൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ മരിച്ചു കഴിഞ്ഞു, എനിക്കും ഇനി ജീവിക്കേണ്ട എന്നുള്ള രീതിക്ക് ആൻ്റോണിയോയും അവിടെ എങ്ങനെയാണ് മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ബ്രദേഴ്സ് കയറി വരുന്നുണ്ട്. അപ്പോൾ ഫെർഡിനൻഡ് മുന്നേ വരുന്നത് കാർഡിനലാണ്. അപ്പോൾ കാർഡിനലിൻ്റെ പിന്നാലെ ബസോള ഓടിപ്പോവാണ് അവനെ കുത്താൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈമിലാണ് ഫെർഡിനൻഡ് കയറി വരുന്നത്. ഫെർഡിനൻഡ് വന്നപ്പോൾ ഇവർ തമ്മിൽ അറ്റാക്ക് ചെയ്യുന്നതാണ് ഫെർഡിനൻഡ് കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ഫെർഡിനൻഡ് ഓൾറെഡി എന്താണ് ഫെർഡിനൻഡ് മാഡ്മാൻ ആണ്. അപ്പോൾ ഇവർ തമ്മിൽ ഇത് ചെയ്യുന്നത് ഡെവിളാണ് എന്ന് വിചാരിച്ചിട്ട് ഫെർഡിനൻഡ് വന്നിട്ട് ഇവരെ കുത്തുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് മൊത്തം ബ്ലഡ് ഷെഡായി എല്ലാവരും മരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ മൊത്തത്തിലൊരു അറ്റാക്കിംഗ് ആയിട്ട് മൊത്തം ബ്ലഡ് സ്റ്റെയിൻസും മൊത്തം എല്ലാം അങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു ട്രാജഡി എൻഡിങ് ആണ് ഈ ഒരു പ്ലേയിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇതന്നെയാണ് എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ലാസ്റ്റ് ബസോള പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, അതായത് അവർ ഡെത്ത് ഇസ് കോസ്ഡ് ബൈ അവർ ഓൺ ആക്ഷൻ. അതായത് നമ്മുടെ മരണം എന്ന് പറയുന്നത് നമ്മുടെ മാത്രമാണ് അല്ലെങ്കിൽ ചെയ്തികളുടെ ആക്ഷനാണ് നമ്മുടെ ഡെത്ത് എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് അല്ലേ, നമ്മുടെ ചെയ്തികളുടെ റിസൾട്ടാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത് നമ്മുടെ ഈ മരണം എന്നുള്ളത് പറയുന്ന ഒരു സെൻറ്റൻസോട് കൂടിയാണ് ആ സ്റ്റോറി അവിടെ അവസാനിക്കുന്നത്. അങ്ങനെ അതിന് മുന്നേ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ ഡെലിയോൻ്റെ ഒരു കമ്മിങ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡെലിയോ, ഈ ഡെലിയോ എന്ന് പറയുന്നത് ആരറിയോ? ആൻ്റോണിയോൻ്റെ അടുത്ത ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ് ഡെലിയോ. അപ്പോൾ ഡെലിയോ ഈ മകനെ, ആൻ്റോണിയോയ്ക്ക് ഒരു മൂത്ത മകനെ കൊണ്ടാണ് ആൻ്റോണിയോ എവിടെ പോയത്? അമാൽഫിയിലേക്ക് പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഡെലിയോ ആ മൂത്ത മകനെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നൊരു സീനും കൂടി ലാസ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു മാൽഫിയിലെ ജീവിച്ചിരിക്കുന്ന എന്താ പറയുക, ആ ഒരു ഡ്യൂക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രദേശം എന്നല്ല, ആ ഒരു ഭരണമല്ലല്ലോ അതിലത്തെ അല്ലെങ്കിൽ ആ റെയിനിലെ ഏക ഒരു ആൾ എന്ന് പറയുന്നത് ഈ ഡച്ചസിൻ്റെയും ആൻ്റോണിയോൻ്റെയും മകനായിട്ടുള്ള ഈ മൂത്ത മകനാണ്. അങ്ങനെ അടുത്ത ഡ്യൂക്കായിട്ട് മൂത്ത മകനെ പ്രഖ്യാപിക്കുന്ന ഒരു സീനും കൂടി നമുക്ക് ലാസ്റ്റ് അവിടെ കാണാൻ പറ്റും. സോ എന്താണ് ഈ ഒരു സ്റ്റോറിയിലുടനീളം നമുക്ക് അല്ലേ ഒരു ഡച്ചസിൻ്റെ ഭയങ്കരമായിട്ട് സ്ട്രഗിളിങ്ങും അല്ലേ പവറിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും അതിൻ്റെ ബ്ലഡ് ഷെഡിലും അല്ലേ ലാസ്റ്റ് ഒരു ട്രാജഡിയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ എൻറ്റയർ സ്റ്റോറി ഓഫ് ദ പ്ലേ ദ ഡച്ചസ് ഓഫ് മാൽഫി. ഓക്കെ, വി ക്യാൻ മൂവ് ഓൺ ടു ദ മേജർ തീംസ് ഓഫ് ദ പ്ലേ. ഓക്കെ, സോ മേജർ തീംസ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി കഥ പറയുമ്പോൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒന്നെന്താണ്? പവർ ആൻഡ് കൺട്രോൾ അല്ലേ. സോ വൺ ഓഫ് ദ സെൻട്രൽ തീംസ് ഓഫ് ദ പ്ലേ ഇസ് ദ മിസ്യൂസ് ഓഫ് പവർ അല്ലേ. പവറിൻ്റെ ഒരു യൂസ് അല്ല, പക്ഷെ മിസ്യൂസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഫെർഡിനൻഡ് ആൻഡ് ദ കാർഡിനൽ യൂസ് ദെയർ അതോറിറ്റി ടു കൺട്രോൾ ദ ഡച്ചസ് ലൈഫ് അല്ലേ. അവരുടെ അതോറിറ്റി യൂസ് ചെയ്യുന്നത് എന്തിനെയാണ്? ഡച്ചസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഡച്ചസിൻ്റെ ലൈഫ് അല്ലേ. സോ ഇൻസ്റ്റെഡ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ഹെർ ദേ ഡൊമിനേറ്റ് ആൻഡ് പണിഷ് ഹെർ അല്ലേ. ഒരു സഹോദരി എന്ന നിലയിൽ ശരിക്കും ഡച്ചസിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഈ ബ്രദേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ എന്താണ് അവർ ചെയ്യുന്നത്? പണിഷ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ ബ്രദേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവസാനം മരിക്കേണ്ടി വരുന്ന ഒരു
സിറ്റുവേഷനിലേക്ക് അടക്കം ഡച്ചസിന് പോകേണ്ടി വന്നു അല്ലേ. സോ ദിസ് റിഫ്ലെക്ട്സ് ഹൗ പവർ ക്യാൻ ബിക്കം ഡിസ്ട്രക്റ്റീവ് വെൻ ഇറ്റ് യൂസ്ഡ് സെൽഫിഷ്ലി അല്ലേ. സെൽഫിഷായിട്ട് പവർ യൂസ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഡിസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ അത്രത്തോളം എന്താ പറയുക ഡിസ്ട്രക്റ്റീവായിട്ടാണ് അത് പോകുന്നത് എന്നുള്ളത് നമുക്കിതിലൂടെ കാണാൻ പറ്റും. അടുത്തതാണ് കറപ്ഷൻ. കറപ്ഷൻ എന്താ, അഴിമതി അല്ലേ. സോ ദ വേൾഡ് ഓഫ് ദ പ്ലേ ഈസ് ഡീപ്ലി കറപ്റ്റ് അല്ലേ. അതായത് ഈ ഒരു പ്ലേയുടെ വേൾഡ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എന്താണ്, ഒരു കറപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദ കോർട്ട് ഈസ് ഫിൽഡ് വിത്ത് ഡിസെപ്ഷൻ, ബിട്രയൽ ആൻഡ് മോറൽ ഡീകേ. ക്യാരക്ടേഴ്സ് ലൈക്ക് കാർഡിനൽ ഷോ ഹൗ ഈവൻ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ ബിക്കം കറപ്റ്റ് എന്നുള്ളത് അല്ലേ. അത് ഇതിലൂടെ കാണിക്കുന്നതാണ്. പിന്നെ നോബിലിറ്റി ആൻഡ് വെർച്യൂ, അതായത് ഇൻ കോൺട്രാസ്റ്റ് ടു കറപ്ഷൻ ദ ഡച്ചസ് റെപ്രസെൻറ്റ്സ് ദ നൊബിലിറ്റി, ട്രൂ നൊബിലിറ്റി അല്ലേ. അതായത് നോബിൾ ആയിട്ടുള്ള ഒരു ട്രൂ നൊബിലിറ്റി, ആ ഒരു സത്യസന്ധം ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ ആര് കാണിക്കുന്നത്, ഡച്ചസ് എന്ന് പറഞ്ഞ ഒരു ലവബിൾ ആയിട്ടുള്ള ഒരു പ്യുവർ ക്യാരക്ടറാണ് ഡച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ നൊബിലിറ്റീനെ കാണിക്കുന്നുണ്ട് ഡച്ചസ്. സോ അവളുടെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് കംസ് നോട്ട് ഫ്രം ഹെർ സോഷ്യൽ സ്റ്റാറ്റസ് ബട്ട് ഫ്രം ഹെർ ക്യാരക്ടർ അല്ലേ. ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് അവൾക്ക് കിട്ടുന്ന ഒരു ക്യാരക്ടർ അല്ല, പക്ഷെ അവളുടെ ഉള്ളിൽ നിന്ന് വന്നതാണ് അല്ലേ, ഫ്രം ഹെർ ഓൺ ക്യാരക്ടറാണ്. ഷീ റിമെയിൻസ് ഡിഗ്നിഫൈഡ് ആൻഡ് കറേജിയസ് ഈവൻ ഇൻ ദ ഫേസ് ഓഫ് ഡെത്ത് അല്ലേ. ആ ഒരു മരണത്തിൻ്റെ ഒരു ടൈമിൽ പോലും അവളുടെ ഒരു ഡിഗ്നിഫൈഡ് അല്ലേ മഹത്വം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ധൈര്യവും നമുക്ക് കാണാൻ പറ്റുന്നത്. പേടിക്കുകയല്ല അവൾ ചെയ്യുന്നത്. ലാസ്റ്റ് ഇനി ഞാൻ മരിച്ചോട്ടെ അല്ലേ, എൻ്റെ ഭർത്താവ് പോയി അപ്പോൾ ഞാൻ ഇനി മരിച്ചോട്ടെ എന്നുള്ള ഒരു കറേജിയസ് ആ ധൈര്യം, അതുപോലെ തന്നെ ഒരാളെ ഇഷ്ടപ്പെടാനുള്ള ധൈര്യം ഒക്കെ നമുക്കതിൽ കാണാൻ പറ്റും. സോ നൊബിലിറ്റി ആൻഡ് വെർച്യൂ. ദെൻ റിവെഞ്ച് ആൻഡ് ജസ്റ്റിസ് അല്ലേ. ദ പ്ലേ ഓൾസോ എക്സ്പ്ലോർസ് റിവെഞ്ച്. റിവെഞ്ചിനെയാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ദ ബ്രദേഴ്സ് ടേക്ക് റിവെഞ്ച് ഓൺ ദ ഡച്ചസ് ബട്ട് ദിസ് റിവെഞ്ച് ലീഡ്സ് ടു ഫർദർ ഡിസ്ട്രക്ഷൻ അല്ലേ. അതായത് തന്നെ ചതിച്ചു അല്ലെങ്കിൽ ആ ബ്രദേഴ്സിനെ ചതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഡച്ചസിനെ പോയി കൊല്ലാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രതികാരമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ പ്രതികാരം ലാസ്റ്റ് ലീഡ് ചെയ്തത് എവിടേക്കാണ് അല്ലേ, മൊത്തമായ ഒരു നാശനഷ്ടത്തിലേക്കാണ് കൊണ്ടുപോയി എത്തിച്ചത്. ബൈ ദ എൻഡ് ഓഫ് ദ പ്ലേ ജസ്റ്റിസ് ഇസ് നോട്ട് ക്ലിയർലി അച്ചീവ്ഡ് ഷോയിങ് ദ കോംപ്ലക്സിറ്റി ഓഫ് മോറൽ ഓർഡർ അല്ലേ. പക്ഷെ നമുക്ക് ഈ ഒരു പ്ലേ അവസാനിക്കുമ്പോൾ ജസ്റ്റിസ്, നീതി അവിടെ ക്ലിയർ ആയി കിട്ടിയോ? ഇല്ല, ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ ആ ഒരു മോറൽ ഓർഡറിൻ്റെ ഒരു കോംപ്ലക്സിറ്റിയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അല്ലേ. ചെറുതായിട്ടൊരു ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ മകൻ ഡ്യൂക്കായി എന്നുള്ളൊരു കാര്യമാണ് അവിടെ ഉള്ളത്. എന്നിരുന്നാൽ പോലും ബാക്കി മൊത്തം എന്താണ്, മൊത്തം ഡിസ്ട്രക്ഷനും അല്ലെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു തീമാണ് ഫെയ്റ്റ് ആൻഡ് സഫറിങ്. ഓക്കെ, ഫെയ്റ്റ് ആൻഡ് സഫറിങ്. ഫെയ്റ്റ് ആൻഡ് സഫറിങ് എന്ന് പറയുമ്പോൾ അനദർ ഇമ്പോർട്ടൻറ്റ് തീമാണ് ഇന്നെവിറ്റബിലിറ്റി ഓഫ് സഫറിങ് അല്ലേ. സഫറിങ്ങിൻ്റെ ഒരു ഒഴിച്ചുകൂടായ്മ എന്നൊക്കെ നമുക്ക് ഇവിടെ പറയാം. അത്രയും സഫറിങ് അവിടെ അനുഭവിച്ചിട്ടുണ്ട്. സോ the play suggests that even good and innocent people are not free from tragedy. This creates a sense of pessimism about human life അല്ലേ. അപ്പോൾ ഈ ഒരു പ്ലേ നമുക്ക് കാണിച്ചു തരുന്നത് എത്ര നല്ല മനുഷ്യനാണെങ്കിലും എത്ര അല്ലേ ഒരു ദുഷിച്ച കാര്യത്തിലേക്കും അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പോയില്ല എങ്കിൽ കൂടിയും എല്ലാ മനുഷ്യർക്കും ട്രാജഡി സംഭവിക്കും എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം അല്ലേ. ഡച്ചസ് എന്ന് പറയുന്നത് അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള, അത്രയും പ്യുവർ ആയിട്ടുള്ള, ലവബിൾ ആയിട്ടുള്ള ഒരാൾ അല്ലേ. ആ ആളുടെ ജീവിതത്തിലാണ് ഇത്രയും ട്രാജഡി നടന്നത്. സോ ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ഒരു കോംപ്ലക്സിറ്റിയാണ് അല്ലേ, ഹ്യൂമൻ ലൈഫിൻ്റെ ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ജോൺ വെബ്സ്റ്റർ ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. സോ അടുത്തത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ജോൺ വെബ്സ്റ്ററിൻ്റെ സ്കിൽ ഓഫ് പ്ലോട്ടാണ്. ഓക്കെ, പ്ലോട്ട് തയ്യാറാക്കാൻ വേണ്ടി ജോൺ വെബ്സ്റ്ററിൻ്റെ ഒരു കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ടെക്സ്റ്റിലുണ്ട് അത് എന്താണ് സ്കില്ല് അല്ലേ, വെബ്സ്റ്ററിൻ്റെ സ്കില്ല് എത്രത്തോളം, അതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ടൈറ്റിൽസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. വെബ്സ്റ്റർ സ്കിൽ ഇൻ പ്ലോട്ട് കൺസ്ട്രക്ഷൻ ഇസ് ബോത്ത് അഡ്മയറബിൾ ആൻഡ് അക്കോർഡിംഗ് ടു സം ക്രിട്ടിക്സ് ഫ്ലോഡ് അല്ലേ. ചില ആൾക്കാർ പറയുന്നത്, ചിലവരൊക്കെ അഡ്മയർ ചെയ്യുന്നുണ്ട്, നല്ല സ്കില്ലാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ചിലവർ അത് ഭയങ്കര നല്ല കാര്യമല്ല എന്നും പറയുന്നുണ്ട്. എന്താ നോക്കാം. The structure of the play is initially very strong and engaging. ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പ്ലേ ഡച്ചസ് ഓഫ് മാൽഫി എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണ്, ഭയങ്കര നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബിഗിനിങ്ങും സ്ട്രോങ് ആയിട്ടുള്ള എൻഗേജിങ് ആയിട്ടൊക്കെ നമുക്ക് കാണാം. പക്ഷേ എന്താ പറയുക, ഇൻ ദ ഏർലി ആക്ട്സ് അല്ലേ, മുന്നത്തെ കുറേ ആക്ട്സിൽ വെബ്സ്റ്റർ കെയർഫുള്ളി എസ്റ്റാബ്ലിഷസ് ദ മെയിൻ ക്യാരക്ടർ ആൻഡ് ദ റിലേഷൻഷിപ്സ്. ഫസ്റ്റൊക്കെ വെബ്സ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, മെയിൻ ക്യാരക്ടേഴ്സിൻ്റെയും റിലേഷൻഷിപ്പൊക്കെ നല്ല രീതിക്ക് കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് ആക്ട് ഇൻട്രൊഡ്യൂസസ് അസ് ടു ഡച്ചസ് അല്ലേ. ആദ്യം നമുക്ക് ആക്ടിൽ ഡച്ചസിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട്, അവരുടെ ബ്രദേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് ഫെർഡിനൻഡിനെയും കാർഡിനലിനെയും. ബസോളേനെ പറയുന്നുണ്ട്,
ഹൂ ബിക്കംസ് എ കീ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ദ അൺഫോൾഡിങ് ട്രാജഡി. ആ ട്രാജഡീനെ അൺഫോൾഡ് ചെയ്യുന്നത് ബസോള വഴിയാണ്. The tension is immediately created through the brothers' strict prohibition against the Duchess remarriage, which sets the stage for conflict. അല്ലേ, അതായത് റീമാരേജിന് സമ്മതിക്കാത്ത ആ ബ്രദേഴ്സിൻ്റെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്താണ് പ്രൊഹിബിഷൻ അല്ലേ, ആ ഒരു തടസ്സമാണ് ഈ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റേജ് അല്ലേ, കോൺഫ്ലിക്റ്റിൻ്റെ സ്റ്റേജ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അങ്ങനെ പ്ലോട്ട് പ്രോഗ്രസ് ആകുമ്പോൾ വെബ്സ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ കോൺഫ്ലിക്റ്റ് അല്ലേ, ഒരു സീക്രട്ട് മാരേജ് അവിടെ കൊണ്ടുവന്നിട്ട് ആ ഒരു പ്ലോട്ടിനെ നല്ല രീതിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ആൻറ്റോണിയോ ഡച്ചസിൻ്റെ റീമാരേജ് ആണ് അവിടെ ഒരു എന്ത് ചെയ്യുന്നത് ട്വിസ്റ്റ് ആയിട്ട് വരുന്നത്. സോ അതാണ് ഭയങ്കര സസ്പെൻസും ഡ്രമാറ്റിക് ഐറണിയൊക്കെ ആയിട്ട് വരുന്നത്. ഓഡിയൻസിന് അവെയർ ആയി കൊടുക്കുകയാണ് എന്താണ് ഡേഞ്ചർ ഈവൻ വെൻ സം ക്യാരക്ടേഴ്സ് ആർ നോട്ട്. അവിടെ കുറച്ച് ക്യാരക്ടേഴ്സ് ഇല്ലെങ്കിലും അവിടെ ഡേഞ്ചർ ആണ് എന്നുള്ള സിറ്റുവേഷൻ ഓഡിയൻസിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ദ ഡിസ്കവറി ഓഫ് ദ ഡച്ചസ് സീക്രട്ട് ബൈ ബസോള ഇൻഫ്ലിക്ട്സ് ദ ആക്ഷൻ ലീഡിങ് ടു എ സീരീസ് ഓഫ് ട്രാജിക് ഈവൻറ്റ്സ്. അങ്ങനെ ആ റീമാരേജ് അവിടെ ബസോള വഴി കണ്ടെത്തുന്നതുമാണ് അവിടെ ട്രാജിക് ഈവൻറ്റ്സിന് അവിടെ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ however, critics such as David Cecil and others have pointed out certain structural weakness. അപ്പോൾ വേറെ കുറച്ച് ക്രിട്ടിക്സ് ആയിട്ടുള്ള ഡേവിഡ് സെസിൽ എന്ന് പറയുന്നൊരു ക്രിട്ടിക്ക് ഇദ്ദേഹത്തിൻ്റെ സ്കില്ലിനെ കുറച്ച് സ്കിൽ ഓഫ് പ്ലോട്ടിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മേജർ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഈ പ്ലേ കുറച്ച് സീംസ് ടു ലോസ് ഇറ്റ്സ് ടൈറ്റ് സ്ട്രക്ചർ ടുവേർഡ്സ് ദ എൻഡ്. അവസാനം എത്തുമ്പോഴത്തേക്കും ഈ ഒരു പ്ലോട്ടിൻ്റെ ടൈറ്റ്നെസ് അവിടെ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്താ നോക്കാം. അതായത് ദ ഡെത്ത് ഓഫ് ദ ഡച്ചസ് ഇൻ ആക്ട് 4 അപ്പിയേഴ്സ് ടു ബി ദ നാച്ചുറൽ ക്ലൈമാക്സ് ഓഫ് ദ പ്ലേ, യെറ്റ് ദ ആക്ഷൻ കണ്ടിന്യൂസ് ഇൻ ടു ആക്ട് 4 വെർ മൾട്ടിപ്പിൾ അഡീഷണൽ ഡെത്ത്സ് ഒക്കെ. ദിസ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ആൻറ്റി ക്ലൈമാക്സ് ആൻഡ് ഡിഫ്യൂസ്നെസ് അല്ലേ. അതായത് നമ്മുടെ മെയിൻ ക്യാരക്ടറാണ് ഡച്ചസ് എന്നുള്ളത്. അപ്പോൾ ആക്ട് 4 ഡച്ചസിൻ്റെ മരണം അവിടെ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഡച്ചസിൻ്റെ മരണം എന്ന് പറയുന്നത് ഒരു മെയിൻ ആയിട്ടുള്ളൊരു തീമായിട്ടാണ് ശരിക്കും വരേണ്ടത്. പക്ഷെ അത് ആക്ട് 5 എത്തുന്തോറും ഭയങ്കര മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡെത്തുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സിഗ്നിഫിക്കൻസ് അവിടെ കുറഞ്ഞു വന്നിട്ട് ഒരു ആൻറ്റി ക്ലൈമാക്സിലേക്ക് പോയി എന്നാണ് ക്രിട്ടിക്കായിട്ടുള്ള ഡേവിഡ് സെസിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും വെബ്സ്റ്ററിൻ്റെ കഴിവെന്ന് പറയുന്നത് കോയിൻസിഡൻസ് എന്ന് പറയുന്നതും ഒക്കെ ഒരു പ്ലോട്ട് അഡ്വാൻസ് ചെയ്യുന്നതിൽ എടുത്ത് പറയേണ്ടതാണ്. അതായത് ആക്സിഡൻ്റൽ ഡ്രോപ്പിംഗ് ഓഫ് ദ ഹോറോസ്കോപ്പ് അല്ലേ, ഹോറോസ്കോപ്പ് ആക്സിഡൻ്റായിട്ട് അവിടെ എത്തുന്നതും പിന്നെന്താണ് ബസോളയുടെ കയ്യിൽ കിട്ടുന്നതും അങ്ങനെ അതൊരു ട്വിസ്റ്റായി വരുന്നതും അല്ലേ. അങ്ങനെ എന്ത് ചെയ്യാണ് ആ ഒരു പ്രോഗ്രഷൻ ഓഫ് ഇവൻസിൻ്റെ പ്രോഗ്രഷൻ ലോജിക്കലായിട്ട് കൊണ്ടുപോകുന്നതിലും നമ്മുടെ വെബ്സ്റ്റർ നല്ല സ്കിൽഡാണ് എന്ന് പറയുന്നുണ്ട്. സോ ഡെസ്പൈറ്റ് ദ ഫ്ലോസ് ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള കോയിൻസിഡൻസ് ഉണ്ടല്ലോ, അതായത് ഹോറോസ്കോപ്പ് വീഴുന്നത് കിട്ടുന്നതൊക്കെ ഒരു കോയിൻസിഡൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഡച്ചസിൻ്റെ സീക്രട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതൊരു കോയിൻസിഡൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്കില്ലല്ല എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള എലമെൻറ്റ്സ് ലോജിക്കലായിട്ടുള്ള ഒരു ഇവൻസിൻ്റെ പ്രോഗ്രഷനെ എന്ത് ചെയ്യാണ്, വീക്കൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് സ്കില്ലല്ല, വീക്കൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത്തരം ഫ്ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും, ഇത്തരം തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും വെബ്സ്റ്ററിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് എപ്പോഴും പവർഫുൾ തന്നെയാണ് ഡ്യൂ ടു ഇറ്റ്സ് ഇമോഷണൽ ഇൻറ്റൻസിറ്റി ഇമോഷണൽ ഇൻറ്റൻസിറ്റി കാരണവും അതിൻ്റെ എബിലിറ്റി ടു ക്രിയേറ്റ് സസ്പെൻസ് ആൻഡ് ഡ്രമാറ്റിക് ഇമ്പാക്റ്റ്. ആളുകളുടെ ഇടയിൽ ഒരു സസ്പെൻസും ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്യാൻ വെബ്സ്റ്ററിൻ്റെ പ്ലേസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യൂസ് ഓഫ് സബ് പ്ലോട്ട്സ്, പെർട്ടിക്കുലർലി ദ സ്റ്റോറി ഓഫ് ജൂലിയ ജൂലിയ എന്ന് പറഞ്ഞൊരു ആൾ അവിടെ കടന്നു വരുന്നൊരു സബ് പ്ലോട്ടായിട്ടാണ്. ഓക്കെ, സോ adds complexity and depth to the remain narrative, even though some critics consider it unnecessary unnecessary ആയിട്ടാണ് ചില ക്രിട്ടിക്സ് അവിടെ കാണുന്നത്. പക്ഷേ അതൊരു സബ്പ്ലോട്ടിൽ കൊണ്ടുവരാനുള്ള ഒരു കഴിവും ജോൺ വെബ്സ്റ്ററിൻ്റെ നല്ലതാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. Okay, now we are going to talk about the source of the play. Okay, ഇനി ഈ പ്ലേൻ്റെ സോഴ്സ് എന്താണ്, സെറ്റിംഗ് എന്താണ്, മേജർ തീംസ് we have already discussed about the major themes. ഇനി സോഴ്സ് ഓഫ് ദ പ്ലേ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ എലിസബത്ത് ആൻഡ് ജാക്കോബിയൻ ഡ്രാമാറ്റിസ്റ്റ് വെബ്സ്റ്റർ ഡിഡ് നോട്ട് like many Elizabethan and Jacobean dramatists, Webster did not invent his story but adapted it from earlier sources. Okay, അതായത് ജാക്കോബിയൻ ഡ്രമാറ്റിസ്റ്റ് ആയിട്ടുള്ള എലിസബത്തിനൊക്കെ പോലെ വെബ്സ്റ്റർ ഒരിക്കലും ഇൻവെൻറ്റ് ചെയ്തിട്ടില്ല കഥകൾ എന്നാണ് പറയുന്നത്. പകരം അഡാപ്റ്റ് ചെയ്തിട്ടാണ്.
ചെയ്തിരിക്കുന്നത്. അതായത് വെബ്സ്റ്ററിൻ്റെ മുന്നേ ഉള്ള ഡ്രമാറ്റിസ്റ്റുകൾ എഴുതിയിട്ടുള്ള ഡ്രാമയിൽ നിന്നും എന്താണ് അഡാപ്റ്റ് ചെയ്തിട്ട് എഴുതിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇൻവെൻറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, so the primary source of Duchess of Malfi is a collection of stories titled The Palace of Pleasure. Okay, The Palace of Pleasure. ഞാൻ ഇവിടെ എഴുതാം. സോ ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുന്നത് വില്യം പെയിൻറ്റർ എഴുതിയിട്ടുള്ള വില്യം പെയിൻറ്റർ എഴുതിയിട്ടുള്ള ദ പാലസ് ഓഫ് പ്ലഷർ എന്നുള്ള പ്ലേയിൽ നിന്നും അഡാപ്റ്റ് ചെയ്തതാണ് എന്നാണ് പറയുന്നത്. സോ ഡച്ചസ് ഓഫ് മാൽഫിയുടെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലേ ആണ്, വില്യം പെയിൻറ്ററിൻ്റെ ദ പാലസ് ഓഫ് പ്ലഷർ എന്നുള്ള പ്ലേ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് വർക്ക് പ്രൊവൈഡഡ് വെബ്സ്റ്റർ വിത്ത് ദ ബേസിക് നറേറ്റീവ് ഓഫ് എ വിഡോ who secretly marries beneath her social rank and suffering tragic consequences. അപ്പോൾ ഈ ഒരു പ്ലേയിലും ഈ വില്യം പെയിൻറ്റർ കാണിച്ചു തന്നിരിക്കുന്നത് ഒരു ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ അല്ലേ, ഒരു വിഡോ ആയിട്ടുള്ള ഒരു സ്ത്രീ സീക്രട്ട്ലി മാരേജ് ചെയ്തിട്ട്, അതും ആ ഒരു സ്ത്രീയുടെക്കാളും സോഷ്യലി ലോ ലെവലിലുള്ള ഒരാളെ മാരി ചെയ്തതുകൊണ്ട് തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ട്രാജിക് കോൺസിക്വൻസസ് ആണ് ഈ ഒരു പ്ലേയിൽ വില്യം പെയിൻറ്റർ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൽ നിന്നും ഇൻസ്പയർ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കഥ അഡാപ്റ്റ് ചെയ്തിട്ട് എഴുതിയതാണ് ഡച്ചസ് ഓഫ് മാൽഫി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇൻ അഡീഷൻ ടു പെയിൻറ്റർ, വെബ്സ്റ്റർ ഡ്രൂ ഇൻസ്പിറേഷൻ ഫ്രം അതർ ഹിസ്റ്റോറിക്കൽ ആൻഡ് ലിറ്റററി വർക്ക്സ് ഇൻക്ലൂഡിംഗ് റൈറ്റിംഗ്സ് ബൈ സർ ഫിലിപ്പ് സിഡ്നി ആൻഡ് വേരിയസ് ഇറ്റാലിയൻ ക്രോണിക്കിൾസ് അല്ലേ. അതായത് ഈ വേരിയസ് ഇറ്റാലിയൻ ക്രോണിക്കിൾസിൽ നിന്നും അതുപോലെ തന്നെ സർ ഫിലിപ്പ് സിഡ്നിയിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ വില്യം പെയിൻറ്റർ മാത്രമല്ല ഈ ഒരാളുകളിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയിട്ടുണ്ട്. ഹവെവർ, വെബ്സ്റ്റർ ഡിഡ് നോട്ട് മിയർലി കോപ്പി ദീസ് സോഴ്സസ്. പക്ഷേ ഇതെന്നൊക്കെ ഈ ഒരു സോഴ്സ് എന്നൊക്കെ പറയുന്നത് മൊത്തമായിട്ട് അദ്ദേഹം thorough ആയിട്ട് കോപ്പി ചെയ്യല്ല ചെയ്തിരിക്കുന്നത്. അതേ സ്റ്റോറി എടുത്തിട്ട് അദ്ദേഹം അഡാപ്റ്റേഷനാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതുകയല്ല ചെയ്തിരിക്കുന്നത്. പകരം എന്താ ചെയ്തിരിക്കുന്നത്? ഹി ട്രാൻസ്ഫോംഡ് ദം ത്രൂ ഹിസ് ഓൺ ഇമാജിനേഷൻ. ആ ഒരു സ്റ്റോറിയെ അദ്ദേഹത്തിൻ്റെതായ രീതിക്കാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായ ഇമാജിനേഷനിലൂടെ കുറച്ചും കൂടി സൈക്കോളജിക്കൽ ഡെപ്ത് കൊടുത്ത്, ഡ്രമാറ്റിക് ടെൻഷൻ കൊടുത്ത്, തിമാറ്റിക് ആയിട്ടുള്ള കുറച്ച് കോംപ്ലക്സിറ്റീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്? പുതിയ ഒരു കഥ പോലെ അല്ലേ, സോഴ്സ് ഇതാണെങ്കിലും കഥയുടെ ഒരു സോഴ്സ് ഉണ്ടെങ്കിലും അതിനെ അദ്ദേഹത്തിൻ്റെതായ കുറേ വഴികളിലൂടെ കൊണ്ടുവന്നിട്ടാണ് ഒരു പുതിയ കഥയാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. His originality lies in how he reshapes the source material to explore deeper issues such as moral corruption, human suffering and the consequences of power. അല്ലേ, അതായത് അദ്ദേഹത്തിന് ഒരു ഒറിജിനാലിറ്റി ഉണ്ട് അല്ലേ. മിയർലി ഒരാളുടെ വർക്ക് കോപ്പി ചെയ്തിട്ട് ഒരു കോപ്പീസ്റ്റ് പോലെ അല്ല അദ്ദേഹം അല്ലെങ്കിൽ നിലനിൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് കാണുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സോഴ്സിനെ സോഴ്സ് ബുക്ക് എടുത്തിട്ട് അതിൽ നിന്ന് റീഷേപ്പ് ചെയ്യണം. ഉള്ള ഷേപ്പിനെ റീഷേപ്പ് മാറ്റി വേറൊരു ഷേപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടി ഡീപ്പർ ഇഷ്യൂസ് ആയിട്ടുള്ള മോറൽ കറപ്ഷൻ, ഹ്യൂമൻ സഫറിങ്, ഇത്തരം അതേപോലെ കോൺസിക്വൻസസ് ഓഫ് പവർ, ഇതിനൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വെബ്സ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലേസ് റൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ സോഴ്സ് ഓഫ് ദ പ്ലേ. ഇനി നമുക്ക് സെറ്റിംഗ് ഓഫ് ദ പ്ലേ കാണാം. സോ ദ പ്ലേ ഈസ് സെറ്റ് ഇൻ ഇറ്റലി. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലേ, വെബ്സ്റ്ററിൻ്റെ വർക്ക്സിൽ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇറ്റാലിയൻ ബാക്ക്ഗ്രൗണ്ടാണ്. സോ ആസ് ലൈക്ക് എന്ന് ഒരുമിച്ച് വരില്ല, ആസും ലൈക്കും സെയിം ആണ് കേട്ടോ, പോലെ എന്നാണ്. അപ്പോൾ ആസും ലൈക്കും ഒരുമിച്ച് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. സോ like that, this play is also set in Italy, particularly in the courts of Malfi and Rome. മാൽഫിയിലെയും റോമിലെയും കോർട്ടിലാണ് ഇത്തരത്തിലുള്ള പ്ലേ സെറ്റ് ചെയ്തിട്ടുള്ളത്. In the imagination of English dramatists, English dramatist's imagination was often associated with intrigue, corruption and political manipulation. Webster uses this setting to create a dark and oppressive atmosphere. കുറച്ചുകൂടി ഡാർക്കും ഒപ്രസീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സെറ്റിങ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. And the court in the Duchess of Malfi is depicted as a place of deception, moral decay and abuse of power. അല്ലേ, അതായത് ഈ ഒരു ഇറ്റാലിയൻ കോർട്ടിനെ അദ്ദേഹം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്താണ്?
ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ പോലെയാണെന്ന് പറയുന്നത്? ഡിസെപ്ഷൻ, വഞ്ചന, മോറൽ ഡീക്കെ അല്ലേ, ധാർമ്മിക മൂല്യങ്ങളുടെ ഒരു ഡീക്കെ ആയിട്ട് അല്ലേ, ഒരു എന്താ നശിക്കൽ, അതുപോലെ തന്നെ അബ്യൂസ് ഓഫ് പവർ, പവറിൻ്റെ ഒരു മിസ്യൂസ് അല്ലേ, അബ്യൂസ് ചെയ്യുന്ന ഇതിനൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡച്ചസ് ഓഫ് മാൽഫി എന്നിലെ കോർട്ടിനെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് സെറ്റിംഗ് കോൺട്രാസ്റ്റ് ഷാർപ്ലി വിത്ത് ദ പ്യൂരിറ്റി ആൻഡ് ഇന്നസെൻസ് ഓഫ് ഡച്ചസ്, ദെയർ ബൈ ഹൈറ്റനിങ് ദ ട്രാജിക് എഫക്റ്റ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള സെറ്റിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്? കോൺട്രാസ്റ്റ് ഷാർപ്ലി വിത്ത് ദ പ്യൂരിറ്റി ആൻഡ് ഇന്നസെൻസ് ഓഫ് ഡച്ചസ് അല്ലേ, ഡച്ചസിൻ്റെ ഷാർപ്പായിട്ടുള്ള ഒരു പ്യൂരിറ്റിയും ഇന്നസെൻസും നമുക്ക് ആ ഒരു ഇതിൽ കാണാം. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത്തരത്തിലുള്ള കോർട്ടിൻ്റെ കോൺട്രാസ്റ്റ് അല്ലേ നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു സെറ്റിങ് കാണാൻ പറ്റുന്നത്. ഒരു കോൺട്രാസ്റ്റ് ആയിട്ട്, ഒരു വിപരീതമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതെന്ത് ചെയ്തിട്ടുണ്ട്? ട്രാജിക് എഫക്റ്റിനെ ഹൈറ്റൻ ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ദി ഇറ്റാലിയൻ സെറ്റിംഗ് അലോസ് വെബ്സ്റ്റർ ടു പ്രസൻറ്റ് എക്സ്ട്രീം സിറ്റുവേഷൻസ് of violence and immorality which might have been controversial if directly associated with England. ഓക്കെ, സോ എന്താ പറയുന്നത്? ഇറ്റാലിയൻ സെറ്റിംഗ് എന്ന് പറയുന്നത്, ഇപ്പോൾ വെബ്സ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇറ്റാലിയൻ സെറ്റിംഗ് ശരിക്കും എന്തിനാണ്? എക്സ്ട്രീം സിറ്റുവേഷനും വയലൻസും ഇമ്മൊറാലിറ്റിയും ഒക്കെ അല്ലേ, വിച്ച് മൈറ്റ് ഹാവ് ബീൻ കോൺട്രവേഴ്ഷ്യൽ ഇഫ് ഡയറക്ട്ലി അസോസിയേറ്റ് വിത്ത് ഇംഗ്ലണ്ടുമായിട്ട് അത് ഡയറക്ട്ലി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിട്ടുള്ള വയലൻസ് ഒക്കെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെബ്സ്റ്റർ ഇത് യൂസ് ചെയ്തിട്ടുള്ളത് എന്നും കൂടിയും അവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നും കൂടിയും ഒന്ന് കെയർഫുള്ളി ഒന്നും കൂടി റീഡ് ചെയ്യുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ആ ഒരു സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന ഇഷ്യൂസിനെ വെച്ചിട്ട് ഓരോ വർക്ക്സും ലിറ്ററേച്ചറും നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് വേണം എഴുതാൻ. എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ റൈറ്റേഴ്സും എപ്പോഴും എഴുതുക ആ സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന പ്രസൻറ്റായിട്ട് അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യലായിട്ട് നിന്നുള്ള അല്ലെങ്കിൽ റെലവൻ്റായി നിൽക്കുന്ന ഇഷ്യൂസിനെ വെച്ചിട്ടാണ് എപ്പോഴും പോയിറ്റ്സും അല്ലെങ്കിൽ റൈറ്റേഴ്സൊക്കെ എഴുതുക. സോ അതിനൊക്കെ വെച്ചിട്ട് വേണം കമ്പയർ ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വർക്കിൽ എഴുതേണ്ടത്. ഓക്കെ, ഒരു എസ്സേ ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിലോ എപ്പോഴും നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു കാര്യങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് ആലോചിച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പറയണത്. പിന്നെ നമ്മൾ മേജർ ആയിട്ടുള്ള തീംസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. എന്തൊക്കെ? പവർ, കറപ്ഷൻ ആൻഡ് നൊബിലിറ്റി അല്ലേ. എന്തൊക്കെ? പവർ ആൻഡ് കൺട്രോൾ, കറപ്ഷൻ, നൊബിലിറ്റി ആൻഡ് വെർച്യൂ, റിവെഞ്ച് ആൻഡ് ജസ്റ്റിസ്, means revenge and justice, fate and suffering അല്ലേ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് നമ്മുടെ ടെക്സ്റ്റ്വൽ അനാലിസിസ് ഓഫ് ഡച്ചസ് ഓഫ് മാൽഫി എന്നുള്ളത്. ഇനി ജോൺ വെബ്സ്റ്ററിൻ്റെ ആർട്ട് ഓഫ് ക്യാരക്ടറൈസേഷൻ എന്നതുകൂടി അവിടെ പറയുന്നുണ്ട്. അതായത് ഓരോ ക്യാരക്ടറിനെയും എങ്ങനെ പോർട്രേ ചെയ്യണം എന്നുള്ള വെബ്സ്റ്ററിൻ്റെ ആ ഒരു വ്യൂ പോയിന്റിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. വെബ്സ്റ്റേഴ്സ് ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് ലൈസ് ഇൻ ഹസ് ക്യാരക്ടറൈസേഷൻ. അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ക്യാരക്ടറൈസേഷനിലൂടെയാണ് എന്നാണ് പറയുന്നത്. ഹിസ് ക്യാരക്ടേഴ്സ് ആർ നോട്ട് മിയർലി റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഗുഡ് ആൻഡ് എവിൾ ബട്ട് കോംപ്ലക്സ് ഇൻഡിവിജ്വൽസ് വിത്ത് സൈക്കോളജിക്കൽ ഡെപ്ത് അല്ലേ. നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വെറും ഗുഡ് മാത്രമല്ല ക്യാരക്ടറോ അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള ക്യാരക്ടറോ മാത്രമല്ല, എന്നാൽ അതിൻ്റെ ഒരു മിക്സ്ചറാണ് എന്ന് നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ സൈക്കോളജിക്കലി കൂടുതൽ ഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടേഴ്സുമാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ്. In Webster's dramatic world, there is a constant interaction between thought and action. Characters reflect on their experiences, revealing their inner conflicts and motivations. This makes them psychologically realistic and engaging. അല്ലേ, അദ്ദേഹത്തിൻ്റെതായ ഒരു ഡ്രമാറ്റിക് വേൾഡിൽ, വെബ്സ്റ്ററിൻ്റെ ഒരു ഡ്രമാറ്റിക് വേൾഡിൽ എന്ന് പറയുന്നത് എപ്പോഴും തോട്ടും ആക്ഷനും തമ്മിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. ചിന്തിക്കുന്നതും നമ്മുടെ ആക്ഷൻ ചെയ്യുന്നതും അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ എക്സ്പീരിയൻസ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇന്നർ കോൺഫ്ലിക്ട്സിനെ റിവീൽ ചെയ്യുന്നുണ്ട് മോട്ടിവേഷൻസിലൂടെ അല്ലേ. സോ ദിസ് മേക്സ് ദം സൈക്കോളജിക്കലി റിയലിസ്റ്റിക് ആൻഡ് എൻഗേജിങ് അല്ലേ. അത് ആ ക്യാരക്ടേഴ്സിനെ കുറച്ചുകൂടി സൈക്കോളജിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? റിയലിസ്റ്റിക്കും ആക്കുന്നുണ്ട്, എൻഗേജിങ്ങും ആക്കുന്നുണ്ട്. ക്രിട്ടിക്സ് ഹാവ് നോട്ടഡ് ദാറ്റ് വെബ്സ്റ്റേഴ്സ് ക്യാരക്ടേഴ്സ് ആർ ഓഫൻ ഫോൾ ഇൻ ടു മോറൽ കാറ്റഗറീസ് അല്ലേ. അപ്പോൾ ക്രിട്ടിക്സ് പറയുന്നത് എപ്പോഴും എന്ന് വെച്ചാൽ വെബ്സ്റ്റർ ഓൾവേസ് യൂസസ് ദ ക്യാരക്ടേഴ്സ് വിച്ച് ലൈസ് ഓൺ ദ മോറൽ ക്വാളിറ്റി അല്ലേ. കുറച്ചുകൂടി ധാർമ്മിക മൂല്യമുള്ള എന്താണ് അല്ലേ, മോറൽ വാല്യൂസിൽ അധിഷ്ഠിതമായിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് വെബ്സ്റ്റർ യൂസ് ചെയ്യാറ് എന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. ദർ ആർ ദ വിക്ഡ് ക്യാരക്ടേഴ്സ് സച്ച് ആസ് ഫെർഡിനൻഡ് ആൻഡ് കാർഡിനൽ ഹൂ ആർ ഡ്രൈവൻ ബൈ പാഷൻ. ഓക്കെ, ഒരു മിനിറ്റ്.
പാഷൻ, അംബിഷൻ ആൻഡ് ക്രൂവൽറ്റി അല്ലേ. സോ നമുക്ക് പറയാം ഈ ദുഷ്ടന്മാരായിട്ടുള്ള ക്യാരക്ടറാണല്ലോ അല്ലേ, അല്ലെങ്കിൽ വില്ലനായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ ഫെർഡിനൻഡും കാർഡിനലും. ഇവർ ഡ്രൈവൻ ചെയ്യുന്നത് ഇതിലൂടെയാണ്, മുന്നോട്ട് പോകുന്നത് പാഷൻ, അംബിഷൻ, ക്രൂവൽറ്റി. പാഷൻ പറഞ്ഞാൽ ആ പവറിനോടുള്ള ഒരു എന്താണ് ഭയങ്കര അല്ലേ അത്യാഗ്രഹം അല്ലേ, അതൊക്കെയാണ്. അംബിഷൻ, ക്രൂവൽറ്റി അല്ലേ. സോ ദർ ആർ ഓൾസോ cynical characters like Bazola, who initially act without moral concern but later develop a sense of guilt and awareness അല്ലേ. പക്ഷെ ഇങ്ങനത്തെ എന്താണ് വിക്ഡ് ക്യാരക്ടേഴ്സും അവരെ യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ സിനിക്കൽ ക്യാരക്ടേഴ്സും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ബസോളേനെയാണ് ഒരു സിനിക്കൽ ക്യാരക്ടറായിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സിനിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് നിന്ദ്യമായ, അല്ലെങ്കിൽ ആദ്യം ബസോള എന്താ ചെയ്യുന്നത്, ആൾക്കറിയാം മോറലി അല്ലേ, എന്താണ് ഇനീഷ്യലി ആക്ട് ചെയ്യുന്നത് ഒരു വിത്തൗട്ട് മൊറാലിറ്റി ആയിട്ടാണ് അല്ലേ, ഒരു മൊറാലിറ്റി മേഴ്സി ഒന്നും കാണിക്കാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് ബസോള ആദ്യം ആക്ട് ചെയ്യുന്നത്. എന്നാൽ ലാസ്റ്റിലേക്ക് അവൻ മനസ്സിലാക്കിയിട്ട് ദുഷ്ടന്മാരായ ബ്രദേഴ്സിനെ കൊല്ലാൻ ബസോള നോക്കുന്നുണ്ട് അല്ലേ. ആൻറ്റോണിയോനെ ഇവരൊന്നും കൊല്ലാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ഇവരെ കൊല്ലാനാണെന്നൊക്കെ ബസോള പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെൻസ് ഓഫ് ഗിൽട്ടും അവെയർനെസ്സൊക്കെ നമുക്ക് ബസോള വഴി അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതായത് കുറ്റം അല്ലേ, കുറ്റബോധവും അതുപോലെ തന്നെ ശരിക്കും ട്രൂത്തും അതുപോലെ തന്നെ എന്താണ് തെറ്റും ശരിയും തമ്മിൽ മനസ്സിലാക്കാനുള്ള ഒരു അവെയർനെസ്സും അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓൺ ദി അതർ ഹാൻഡ് ദർ ആർ ദ ഗുഡ് ക്യാരക്ടേഴ്സ്. അതുപോലെ തന്നെ ഗുഡ് ക്യാരക്ടേഴ്സും ഇദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ്? ഡച്ചസ്, ആൻറ്റോണിയോ അല്ലേ, നോബിളാണ്, അവരുടെ വെർച്വസ് ആണ്, പക്ഷേ കുറച്ചും കൂടി പാസീവായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ദേ ഡു നോട്ട് ആക്റ്റീവ്ലി റെസിസ്റ്റ് ദ ഫോഴ്സസ് ഓഫ് എവിൾ ആൻഡ് ആർ അൾട്ടിമേറ്റ്ലി ഡിസ്ട്രോയിഡ് ബൈ ദം അല്ലേ. പക്ഷേ കുറ്റക്കാരെ അവരും എന്താണ് ഡയറക്റ്റ്ലി പോയിട്ട് അവരെ ആക്രമിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. ലാസ്റ്റ് അവരെ തന്നെ നശിപ്പിക്കാൻ കാരണമാവുന്നതും ഇത്തരത്തിലുള്ള ആ ഒരു പാസീവ്നെസ് ആണ് എന്ന് പറയുന്നുണ്ട്. സോ ദിസ് കോൺട്രാസ്റ്റ് ഹൈലൈറ്റ്സ് ദ ട്രാജിക് നേച്ചർ ഓഫ് വെബ്സ്റ്റേഴ്സ് വിഷൻ വെയർ ഗുഡ്നെസ് ഈസ് ഓഫൻ പവർലെസ് അല്ലേ. അപ്പോൾ വെബ്സ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള വെബ്സ്റ്ററിൻ്റെ വിഷനെയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതായത് ഗുഡായിട്ടുള്ള കാര്യങ്ങൾക്ക് പലപ്പോഴും പവർലെസ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം. അതായത് ഗുഡ്നെസ് ഈസ് ഓഫൺ പവർലെസ് അല്ലേ, നല്ലത് എപ്പോഴും അവിടെ ഒരു പവർലെസ് വോയിസ്ലെസ് ആയിരിക്കും എന്നുള്ള വെബ്സ്റ്ററിൻ്റെ ഒരു വിഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. Webster's characters are influenced by the ideas of Aristotle, particularly the concept that characters should be lifelike and consistent with their nature. At the same time, Webster introduces complexity by showing that even the best characters have flaws and the worst characters retain some human qualities അല്ലേ. അതായത് വെബ്സ്റ്റേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അരിസ്റ്റോട്ടലിൻ്റെ ഒക്കെ ഐഡിയാസിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. പെർട്ടിക്കുലർലി എടുത്തു നോക്കിയാൽ അതായത് ക്യാരക്ടേഴ്സ് എപ്പോഴും ഒരു എന്താണ് ലൈഫ് ലൈക്ക് അല്ലേ, ജീവിതമുള്ള ഒരു ക്യാരക്ടേഴ്സ് ആയിട്ടാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ആൻഡ് കോൺസിസ്റ്റൻറ്റ് വിത്ത് ദെയർ നേച്ചർ അല്ലേ, അവരുടെ നേച്ചറായിട്ട് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതേസമയം വെബ്സ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്, കോംപ്ലിസിറ്റി അല്ലേ. എങ്ങനെ? ബൈ ഷോയിങ് ദാറ്റ് ഈവൻ ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ഹാവ് ഫ്ലോസ് അല്ലേ. ബെസ്റ്റ് ക്യാരക്ടേഴ്സിനും എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്ലോസ് സംഭവിക്കാം, വീഴ്ചകൾ സംഭവിക്കാം. ആൻഡ് ദ വേസ്റ്റ് ക്യാരക്ടർ റീറ്റെയിൻ അല്ലേ, വേസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് ചിലപ്പോൾ കുറച്ച് ഹ്യൂമൻ ക്വാളിറ്റീസ് കുറച്ച് നീട്ടി കിട്ടിയിരിക്കാമെന്നും വെബ്സ്റ്റർ കാണിച്ചിരുന്നുണ്ട്. Then, one of the most remarkable aspects of Webster's characterization is the transformation of Bazola. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൈസേഷൻ എന്നുള്ള ആ ഒരു കാര്യത്തിൽ വരുന്ന ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ബസോളയുടെ ലാസ്റ്റിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ്. He begins as a tool of corruption but gradually becomes aware of his actions and seeks revenge against those അല്ലേ. അതായത് ഫസ്റ്റ് ബസോളേനെ കാണിച്ചിട്ടുള്ളത് എന്താണ്? ഒരു സിമ്പിൾ ഓഫ് കറപ്ഷനാണ് അല്ലേ. അതായത് സ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട്, പൈസയ്ക്ക് വേണ്ടി അഴിമതിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്? നമ്മുടെ ബസോള വന്നത്. എന്നാൽ ലാസ്റ്റിലേക്ക് എത്തുന്തോറും അല്ലേ, അറ്റ് ദ എൻഡ് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫസ്റ്റ് ഹി ബിഗിൻസ് ആസ് എ ടൂൾ ഓഫ് കറപ്ഷൻ്റെ ടൂളായിട്ടാണ്. ബട്ട് ഗ്രാജുവലി ബിക്കംസ് അവെയർ ഓഫ് ഹിസ് ആക്ഷൻ അല്ലേ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിൽ നിന്ന് അയാൾക്ക് റിസൾട്ടൊക്കെ മനസ്സിലായി. എന്നിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? സീക്സ് റിവെഞ്ച് അഗെയിൻസ്റ്റ് ദോസ് ഹി വൺ സെർവ്ഡ് അല്ലേ. അങ്ങനെ ആദ്യം സെർവ് ചെയ്ത ആൾക്കാരെ, ആ ഒരു ക്രൂരമായ ആൾക്കാരെ ലാസ്റ്റ് അവർ എഗെയിൻസ്റ്റ് അല്ലേ, ബസോള എഗെയിൻസ്റ്റ് ആയി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു ഡെവലപ്മെൻറ്റ് വെബ്സ്റ്ററിൻ്റെ
ക്യാരക്ടേഴ്സിൽ കൊടുത്തിട്ടുള്ള സൈക്കോളജിക്കൽ ഗ്രോത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതായത് ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ, ലാസ്റ്റ് നമ്മൾ മാനസാന്തരപ്പെടുന്നതാണല്ലോ അല്ലേ, നമ്മുടെ സൈക്കോളജി അവിടെ കടന്നു വരുന്ന ടൈമാണ്. സോ സൈക്കോളജിക്കൽ ഗ്രോത്ത് ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തിട്ടുള്ളത് എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്, വെബ്സ്റ്റർ എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണ് അത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ഗ്രോത്ത് ഓരോ ക്യാരക്ടേഴ്സിനും കൊടുക്കാൻ എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കി തരുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി വെബ്സ്റ്റേഴ്സ് ക്യാരക്ടേഴ്സ് ആർ ഡിഫൈൻഡ് നോട്ട് ജസ്റ്റ് ബൈ ദെയർ ആക്ഷൻസ് ബട്ട് ദെയർ ഇന്നർ സ്ട്രഗിൾസ് ആൻഡ് ദെയർ റെസ്പോൺസ് ടു സഫറിങ്. അപ്പോൾ വേറൊരു കാര്യം പറയുന്നത്, വെബ്സ്റ്റേഴ്സിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരിക്കലും എന്താണല്ല വെറും ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ മാത്രമല്ല അവർ ഡിഫൈൻ ചെയ്യുന്നത്, പക്ഷേ അവരുടെ ഇന്നർ സ്ട്രഗിൾസും അല്ലേ ആ സഫറിങ്സിനോടുള്ള റെസ്പോൺസും കൂടിയാണ് ഓരോ ക്യാരക്ടേഴ്സും എന്ന് പറയുന്നുണ്ട്. ഓരോ ക്യാരക്ടേഴ്സും ഡിഫൈൻ ചെയ്തിട്ടുള്ള അത്തരത്തിലാണ്. ഹിസ് പ്ലേസ് എക്സ്പ്ലോർസ് ദ ഹ്യൂമൻ കണ്ടീഷൻസ് ഇൻ ഓൾ ഇറ്റ്സ് കോംപ്ലക്സിറ്റി. അദ്ദേഹത്തിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് ഹ്യൂമൻ കണ്ടീഷനെ കുറിച്ചിട്ടാണ് അല്ലേ. എല്ലാ തരത്തിലുള്ള ഹ്യൂമൻ കണ്ടീഷൻസിൻ്റെ എല്ലാ കോംപ്ലക്സിറ്റീസും അദ്ദേഹത്തിൻ്റെ പ്ലേസിൽ കാണാൻ പറ്റും. റിവീലിംഗ് ബോത്ത് ദ ഡാർക്ക്നെസ് ആൻഡ് ദ പൊട്ടൻഷ്യൽ ഫോർ മോറൽ ഇൻസൈറ്റ് അല്ലേ. രണ്ട് സൈഡും, അതായത് മോറൽ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കാണാം, ഡാർക്കൻ ആയിട്ടുള്ള അല്ലേ സൈഡും നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഈ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എങ്ങനെ പറയാം? ഇൻ കൺക്ലൂഷൻ, ദ ഡച്ചസ് ഓഫ് മാൽഫി ഈസ് എ പവർഫുൾ ട്രാജഡി ദാറ്റ് കമ്പൈൻസ് എ കമ്പelling പ്ലോട്ട് വിത്ത് എ ഡീപ്പ് സൈക്കോളജിക്കൽ ക്യാരക്ടറൈസേഷൻ ആൻഡ് സിഗ്നിഫിക്കൻറ്റ് തീമാറ്റിക് കൺസേൺസ് അല്ലേ. അതായത് എന്താണ്, ഒരു ഡീപ്പായിട്ടുള്ള സൈക്കോളജിക്കൽ ക്യാരക്ടറൈസേഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള തീമാറ്റിക് കൺസേൺസ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ അത്തരത്തിലുള്ള ഒരു എന്താണ് പവർഫുൾ ട്രാജഡിയാണ് നമുക്ക് ഈ ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയാം. വെബ്സ്റ്റർ സ്കിൽ ഇൻ ഡെപ്പിക്റ്റിംഗ് ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് മോറൽ കോൺഫ്ലിക്ട്സ് മേക്സ് ദ പ്ലേ എ പ്രൊഫൗണ്ട് എക്സ്പ്ലോറേഷൻ ഓഫ് ദ ഹ്യൂമൻ കണ്ടീഷൻ അല്ലേ. സോ വെബ്സ്റ്ററിൻ്റെ ഒരു സ്കിൽ, ഒരു കഴിവ് എന്തിനുള്ളത്? ടു ഡെപ്പിക്റ്റ് ഹ്യൂമൻ ഇമോഷൻസിനെ കൊണ്ടുവരാൻ, എഴുതാൻ അല്ലെങ്കിൽ ഡെപ്പിക്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ മോറൽ കോൺഫ്ലിക്ട്സ് അല്ലേ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്ലേനെ ഒന്നും കൂടി ഹ്യൂമൻ കണ്ടീഷൻ്റെ ഒരു പ്രൊഫൗണ്ടുള്ള ഒരു എക്സ്പ്ലോറേഷനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും അല്ലേ. അതായത് ഹ്യൂമൻ നേച്ചറിനെയും ഹ്യൂമൻ ഇമോഷൻസിനെയൊക്കെ കൂടുതൽ എടുത്തു കാണിക്കാൻ ജോൺ വെബ്സ്റ്റേഴ്സിൻ്റെ പ്ലേസിന് സാധിച്ചിട്ടുണ്ട്. Although the play has certain structural weakness, its strength lies in its intense emotional impact, its exploration of corruption and power, and its portrayal of noble suffering. അല്ലേ, കുറച്ചൊക്കെ വീക്ക്നെസ് പ്ലെയിൻ ഉണ്ടെങ്കിൽ കൂടിയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ ഇമ്പാക്റ്റും അല്ലേ, കറപ്ഷൻ, പവർ, ഇത്തരത്തിലുള്ള ഇഷ്യൂസിൻ്റെ അല്ലേ യൂസേജും, അതുപോലെ തന്നെ നോബിൾ സഫറിങ് അതിൻ്റെതായിട്ടുള്ള എന്താ പറയേണ്ടത് എക്സ്പ്ലോറേഷനൊക്കെ അദ്ദേഹത്തിൻ്റെ പ്ലേക്ക് ഒരു ഐഡൻറ്റിറ്റി കൊടുത്തിട്ടുണ്ട്. ദ ഡച്ചസ് എമേർജസ് ആസ് എ സിമ്പിൾ ഓഫ് കറേജ് ആൻഡ് ഡിഗ്നിറ്റി. ഈ പ്ലേയിൽ ഡച്ചസ് ഓഫ് മാൽഫിയിൽ ഡച്ചസ് വരുന്നത് എന്താണ്? ഒരു സിമ്പിൾ ഓഫ് കറേജും ഡിഗ്നിറ്റിയും അല്ലേ, ധൈര്യത്തിൻ്റെയും ഒരു മഹത്വത്തിൻ്റെയും ഒരു സിമ്പിളായിട്ടാണ്. വൈൽ ക്യാരക്ടേഴ്സ് ലൈക്ക് ബസോള ഇല്ലുസ്ട്രേറ്റ് ദ പോസിബിലിറ്റി ഓഫ് മോറൽ അവേക്കനിങ് അല്ലേ. അതായത് ബസോള എന്ന് പറയുന്നൊരു ക്യാരക്ടർ നമുക്ക് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു പോസിബിലിറ്റി ഓഫ് മോറൽ അവേക്കനിങ് ആണ് അല്ലേ. ഒരു മോറൽ അവേക്കനിങ്, അതായത് ഒരു പ്രൊഫൗണ്ട് ഓഫൻ സഡൻ ഷിഫ്റ്റ് അല്ലേ, ഒരു മൊറാലിറ്റീൻ്റെ ഒരു സഡൻ ഷിഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ബസോളേനെ അവിടെ കാണാൻ പറ്റുന്നത്. സോ ഓവറോൾ വെബ്സ്റ്റേഴ്സ് വർക്ക് സ്റ്റാൻഡ്സ് ആസ് എ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ഇംഗ്ലീഷ് ഡ്രാമ. ഓവറോൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ജോൺ വെബ്സ്റ്ററിൻ്റെ ഈ ഒരു ഡച്ചസ് ഓഫ് മാൽഫി എന്നുള്ള വർക്ക് എങ്ങനെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? സ്റ്റാൻഡ്സ് ആസ് എ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ഇംഗ്ലീഷ് ഡ്രാമ. ഇംഗ്ലീഷ് ഡ്രാമയ്ക്ക് ഒരു സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ തന്നെയാണ്. ഓഫറിങ് എ ഡാർക്ക് അല്ലേ, ഡാർക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓഫർ ചെയ്യുന്നത്. യെറ്റ് എന്നിരുന്നാലും ഇൻസൈറ്റ്ഫുൾ വിഷൻ ഓഫ് ലൈഫ്, ഒരു ഇൻസൈറ്റ്ഫുൾ വിഷൻ ഓഫ് ലൈഫ് കാണിക്കുന്നുണ്ട്. വേർ ഹ്യൂമൻ ബീയിങ്സ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ഫോഴ്സസ് ഓഫ് കറപ്ഷൻ, ഫെയ്റ്റ് ആൻഡ് ദെയർ ഓൺ ഇന്നർ വീക്ക്നെസ് അല്ലേ. അവിടെ എന്താ ചെയ്യുന്ന, ഡാർക്ക്നെസ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മുടെ അല്ലേ ഹ്യൂമൻ ബീയിങ്സ് എന്ത് ചെയ്യാണ്? സ്ട്രഗിൾ ചെയ്യാണ്. എന്തിനെതിരെ? ഫോഴ്സ് ഓഫ് കറപ്ഷൻ അല്ലേ, ആ അഴിമതികളുടെ ഫോഴ്സിനും, ഫെയ്റ്റ് അല്ലേ വിധി, അതുപോലെ തന്നെ നമ്മുടേതായ വീക്ക്നെസ് അല്ലേ, ദാറ്റ് ഈസ് ദെയർ ഓൺ ഇന്നർ വീക്ക്നെസ്, അതിൻ്റേതായ ഇന്നർ വീക്ക്നെസ്, അതിൻ്റേതൊക്കെ ആയിട്ടുള്ള ഒരു എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റിങ്ങും ഒരു സ്ട്രഗിളിങ്ങും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ടെക്സ്ച്വൽ അനാലിസിസ് ഓഫ് the play or the drama Duchess of Malfi written by John Webster. Okay, so that's all. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, അതിൽ കൊടുത്തുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക, എന്നിട്ട് ഒരു എസ്സേയോ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതുന്ന രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.